All 140 assembly constituencies of Kerala shall also go for polling on 9th April, that is Thursday, and counting shall be on the same day, that is 4th. പൊതു സ്വതന്ത്രർ ഉൾപ്പെടെ 86 സീറ്റുകളിലാണ് CPIM മത്സരിക്കുന്നത്. ഞാൻ ഒരു പുതിയ ആളല്ല എന്നാലും കാണുക, പുതിയ ആളല്ല എന്നാലും കാണുക. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ദുർഭരണം അവസാനിക്കാൻ ഇനി 26 ദിവസം മാത്രമേ കേരളം കാത്തിരിക്കുകയാണ്. അംഗം കുറിച്ചിരിക്കുന്നു കേരളം. ഏപ്രിൽ 9 കാത്തിരുന്ന ദിവസം. കഷ്ടിച്ച് 3 ആഴ്ച. ഇന്നേക്ക് 25-ാം നാൾ കേരളം പോളിംഗ് ബൂത്തിലാണ്. ഇനിയുള്ള 24 നാളുകൾ കേരളത്തിന്റെ തെരുവായ തെരുവൊക്കെ പ്രകമ്പനം കൊള്ളും. വാക്പോരുകളുടെ പരമാവധിയിലേക്ക് ഉയരും. ഉയരുന്ന ചോദ്യം, കിട്ടേണ്ട ഉത്തരം മൂന്നാം ഊഴത്തിലും LDFന്റെ ഭരണ തുടർച്ചയോ അതോ UDFന്റെ മാസ് കംബാക്ക് ആണോ എന്നതാണ്. ശബരിമലയടക്കം ഒരുപാട് വിവാദങ്ങൾ കണ്ടു കേട്ടു. ഇക്കഴിഞ്ഞ ഒറ്റയാഴ്ച വികസന പരസ്യങ്ങൾ കൊണ്ട് പത്രത്താളുകൾ, പരസ്യ ബോർഡുകൾ നിറച്ചു LDF. ബാക്കി വിഷയങ്ങൾക്കപ്പുറം വികസനം എന്നതിലേക്ക് അജണ്ട സെറ്റ് ചെയ്യുന്നു LDF. തീയതി പ്രഖ്യാപിച്ച് വിത്തിൻ നോ ടൈം സ്ഥാനാർത്ഥി പ്രഖ്യാപനം. CPI CPM തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥികൾ തെരുവിൽ നിറഞ്ഞത് ചെങ്കൊടികൾ, പ്രചാരണാരവം. ഈ ദിവസത്തിന്റെ മേൽക്കൈ LDF എന്ന് ഉറപ്പായും പറയാം. നാളെ വരുന്നു UDF സ്ഥാനാർത്ഥികൾ, തൊട്ടു പിന്നാലെ വരുന്നു NDA സ്ഥാനാർത്ഥികൾ. തോൽവി അചിന്ത്യമായ തെരഞ്ഞെടുപ്പിൽ ദ അൾട്ടിമേറ്റ് ഡു ഓർ ഡൈ ബാറ്റിൽ ഫീൽഡിൽ ആർക്ക് വാഴ്ച ആർക്ക് വീഴ്ച. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ജോസഫ് സി മാത്യു, NM ബിയേഴ്സൺ, ശ്രീ ശ്രീജിത് പണിക്കർ, ശ്രീ ജോർജ് പൊടിപ്പാറ, ശ്രീ ആനന്ദ് കൊച്ചുകൂടി എന്നിവർ ചർച്ചയിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇന്ന് നമ്മൾ 7 മണിക്ക് നമ്മുടെ മെഗാ ഡിജിറ്റൽ സർവേ ഫലം പ്രഖ്യാപിക്കാനിരുന്നതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കുറച്ചൊക്കെ വൈരുദ്ധ്യങ്ങളുള്ള ചില സർപ്രൈസിംഗ് ഫലങ്ങൾ പ്രേക്ഷകരോട് പറയാനിരുന്നതുമാണ്. അപ്പോഴാണ് പെട്ടെന്ന് തീയതി പ്രഖ്യാപനം മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് മാനിച്ച് ഇന്ന് മാറ്റിവെച്ചതാണ് സർവേ ഫല പ്രഖ്യാപനം. പക്ഷേ വരുന്നുണ്ട് വളരെ വിശാലമായ മറ്റൊരു സർവേ ഫലം. ശ്രീ ജോസഫ് സി മാത്യു, ഇവിടെ തെരഞ്ഞെടുപ്പ് ഇന്നില്ലെങ്കിൽ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മുന്നണികൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക് നന്നായി അറിയാവുന്നതാണ്. CPM CPI സ്ഥാനാർത്ഥികളെ അപ്പോൾ തന്നെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിന്റെ തൊട്ട് തുടർച്ചയിൽ തന്നെ ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണുന്നു. അത് കഴിയുമ്പോഴേക്കും MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു. റോഡ് ഷോ ഇപ്പോഴും തുടരുന്നു പല സ്ഥലങ്ങളിലും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എന്നാൽ ഒരു ഒപ്റ്റിക്സ് ഫാക്ടർ കൂടി ഉണ്ടല്ലോ. ഈ ദിവസത്തിന്റെ മേൽക്കൈ LDFനൊന്ന് ഉറപ്പിച്ച് പറയാമോ ശ്രീ ജോസഫ് സി മാത്യു? പറയാമെന്നാണ് ആഷ്മി ഞാൻ കരുതുന്നത്. കാരണം ഒരു പ്രചരണം ആണ് ഒരു ഇലക്ഷൻ്റെ റിസൾട്ടിനെ മുഴുവൻ നിർണ്ണയിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ പ്രചരണത്തിന് ഒരു പങ്കുണ്ട്. ആ പ്രചരണ കാലയളവ് പ്രത്യേകിച്ചൊരു ഹ്രസ്വദൂരം ആകുമ്പോൾ ഈ ഓഫ് ദി ബ്ലോക്സ് ഫസ്റ്റ് എന്ന് പറയുന്നതിന് തീർച്ചയായിട്ടും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതേസമയം ഇതൊരു 40-45 ദിവസത്തെ പ്രചരണം ഉണ്ടായിരുന്നെങ്കിൽ അതത്രത്തോളം നമുക്ക് പറയാൻ കഴിയില്ല. ഇത് നമുക്കൊരു 20-24 ദിവസം മാത്രം പ്രചരണം അവശേഷിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും നേട്ടമാണ്. അവരെല്ലാം ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് നേട്ടമാണ്. അല്ലെങ്കിൽ തന്നെ ഈ പ്രചരണ ദിവസം കുറവായിരിക്കുമ്പോൾ നിലവിലുള്ള മുഖങ്ങൾക്ക്, സിറ്റിംഗ് MLA-മാർക്ക് ഒക്കെ കുറച്ചുകൂടെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം മണ്ഡലത്തിൽ അവർക്ക് അവരുടെ മുഖവും അവരുടെ കാര്യങ്ങളും കുറച്ചുകൂടെ പരിചിതമായിരിക്കും. അതെല്ലാം അനുകൂലമായിക്കൊള്ളണം എന്നില്ല. എന്നാലും പ്രചരണത്തിൻ്റെ ഒരു വീക്ഷണകോണിൽ മാത്രം നോക്കിയാൽ ആ ഒരു അഡ്വാൻറ്റേജ് സിറ്റിംഗ് MLA-മാർക്കുണ്ട്. ആ രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജും കൂടുതൽ UDFനേക്കാൾ കൂടുതൽ LDFനുണ്ട് എന്ന് നമുക്കറിയാം. കാരണം അവർക്ക് 90-ൽ അധികം MLA-മാരുണ്ട്. അപ്പോൾ അതിലെ പലരും സിറ്റിംഗ് MLA-മാരും മത്സരിക്കുകയാണ് ഇപ്രാവശ്യം. അപ്പോൾ അതിൻ്റെ ഒരു മേൽക്കൈയും അവർക്കുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഇലക്ഷൻ പ്രചരണം വരികയും വളരെ പെട്ടെന്ന് അവർ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും അവർ നിശ്ചയിച്ച ഉടൻ തന്നെ ഔദ്യോഗികമായ പ്രചരണത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തത്. പല സ്ഥലങ്ങളിലും അനൗദ്യോഗികമായി പ്രചരണങ്ങൾ മറ്റ് സ്ഥാനാർത്ഥികൾ നടത്തുന്നുണ്ടെന്ന് അറിയാഴികയല്ല. എന്നാലും ഒഫീഷ്യലായിട്ട് മറവില്ലാതെ ഇറങ്ങാൻ കഴിയുമ്പോൾ കിട്ടുന്ന
ഒരു ഓളം സൃഷ്ടിക്കൽ എന്ന് നമ്മൾ പറയുമല്ലോ, അത് തീർച്ചയായിട്ടും അവരിന്ന് മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും LDF സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതോടൊപ്പം UDF ഇപ്രാവശ്യം നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും പ്രചരണ രംഗത്ത് നേരത്തെ തന്നെ ഇറങ്ങുകയും ചെയ്യുന്ന ഒരു അഡ്വാൻറ്റേജ് പതിവിന് വിപരീതമായി ഞങ്ങൾ ഇപ്രാവശ്യം ഉണ്ടാക്കുമെന്നും ഒരു തർക്കവും ഉണ്ടാകില്ല എന്നും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഏതാണ്ട് ജാനുവരി അവസാനത്തോടു കൂടി തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അങ്ങനെ അവർ തന്നെ തീരുമാനിച്ച് പ്രഖ്യാപിച്ച ഒരു കാര്യം അവർക്കിപ്പോഴും നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളിലുള്ള ചില വൈരുദ്ധ്യങ്ങളിലേക്കും കൂടിയാണ് വിരൽ ചൂണ്ടുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് അവർക്ക് ഉള്ള ഒരു മെച്ചം അവരുടെ എല്ലാവർക്കും, ഈ പടലപ്പിണക്കങ്ങളെല്ലാം നടത്തുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇത് ഇപ്രാവശ്യം പരാജയപ്പെട്ടാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം, എല്ലാവരെ സംബന്ധിച്ചിടത്തോളവും അത് ഫെയ്റ്റിലാണ് എന്നൊരു ധാരണ, ഒരു തിരിച്ചറിവ് അവർക്കുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇലക്ഷൻ തീയതിയും കൂടി വന്ന സാഹചര്യത്തിൽ അധികം വൈകാതെ അവർ ഒരു ലിസ്റ്റുമായി വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ആ ലിസ്റ്റ് ഏകപക്ഷീയമായി അംഗീകരിക്കപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. ചില പൊട്ടലും ചീറ്റിലും ഒക്കെ ഉണ്ടായേക്കാം. എന്നാലും ലിസ്റ്റ് അധികം വൈകാതെ ഇനി അവരും പ്രഖ്യാപിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും അവർക്കത് പ്രഖ്യാപിക്കാൻ ഇനി സമയമില്ല. ഇനിയിപ്പോൾ ആകെ എല്ലാം കൂടെ 10-21 ദിവസമുണ്ട്. അതിനിടയിൽ ഒരു പെരുന്നാൾ വരുന്നുണ്ട്, അതിനിടയിൽ ഈസ്റ്റർ വരുന്നുണ്ട്. അതിൻ്റെ ആഘോഷ കാലയളവിൽ കുറച്ച് ദിവസം ആ വഴിക്ക് അങ്ങനെ പോകും. അവിടെ പ്രചരണം നടക്കില്ല എന്നുള്ളതല്ല, പക്ഷേ പ്രചരണം ഒന്ന് മന്ദീഭവിക്കും. അങ്ങ് പിന്നെ നിശബ്ദ പ്രചരണത്തിന് അവസാന ഒരു ദിവസമുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർന്ന് ഒരു 10-19 ദിവസം പരമാവധി ആണ് പ്രചരണത്തിന് കിട്ടുക. അപ്പോൾ ഇനി ഏതെങ്കിലും തരത്തിൽ ഉഴപ്പിക്കളിക്കാൻ UDFന് സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ, അല്ല, ഉഴപ്പിക്കളിക്കാനാണ് പ്ലാനെങ്കിൽ അത് അവരുടെ വിധി എന്നേ പറയാനുള്ളൂ. പി രാജീവാണ് അല്പസം മുമ്പ്, പി രാജീവിൻ്റെ റോഡ് ഷോ ഇപ്പോഴും തുടരുകയാണ് കേട്ടോ. അവിടെ ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ CPM സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലും അവരവരുടെ റോഡ് ഷോ വളരെ സജീവമായി പുരോഗമിക്കുകയുമാണ്. NMBS നേരത്തെ ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞ ആ ഓളം ഉണ്ടല്ലോ, ആ ഓളം അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് ജനം പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ആ ഓളവും ആ ഷോ ഓഫും അല്ലെങ്കിൽ ആ പളവളപ്പൊക്കെ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ എന്താണ് ഇലക്ഷൻ വിഷയങ്ങൾ എന്ന മട്ടിൽ കാണ്ടം ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ വോട്ടാവുന്നു എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ബൈ ഇലക്ഷനുകളിൽ ഇപ്പോൾ പാലക്കാടൊക്കെ ഇഞ്ചോടിഞ്ച് മത്സരം ഒരു ഘട്ടത്തിൽ BJP ജയിക്കുമെന്ന വിലയിരുത്തലൊക്കെ വന്നു. സരിന് വലിയ മേൽക്കെ എന്നൊക്കെ വിഷയമൊക്കെ വന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. എന്താണ് ഉണ്ടായതെന്ന് നമ്മൾ പാലക്കാട് കണ്ടതാണ്. അതിനു മുമ്പ് ബൈ ഇലക്ഷനിലൊക്കെ സമാനമായ പാറ്റേൺ കണ്ടതുമാണ്. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊന്നുമല്ല യഥാർത്ഥത്തിൽ ആത്യന്തികമായി വോട്ടെടുപ്പിൽ ജനത്തെ സ്വാധീനിക്കുക എന്ന കാര്യം കണ്ടാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഒറ്റപ്പെട്ട തെരഞ്ഞെടുപ്പല്ല. 140 മണ്ഡലങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടക്കാൻ പോകുമ്പോൾ അത് നമ്മൾ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തെ ബൈ ഇലക്ഷനിൽ കാണുന്ന പോലെ ആവില്ല എന്ന് ഉറപ്പിക്കാം. NMBSയുടെ ഇലക്ഷനറിംഗ് എന്ന പ്രോസസ്സിൽ CPMന് കൃത്യമായ എക്സ്പെർട്ടൈസ് ഉണ്ട്. അവർക്ക് 56 സിറ്റിംഗ് സീറ്റാണ് CPMന്, CPIക്ക് ആകട്ടെ പകുതിയും സിറ്റിംഗ് സീറ്റാണ്. അതുകൊണ്ട് അവർക്ക് വളരെ നേരത്തെ ആ റെഡിനെസ് കേരളത്തെ അറിയിക്കാൻ കഴിഞ്ഞു എന്നതിനപ്പുറം ഒരു അതിശയം ഇന്നത്തെ CPMന്റെ മേൽക്കയിൽ കാണേണ്ടതുണ്ടോ NMBS? ഇല്ല, വളരെ വളരെ കൃത്യമായിട്ട് നടത്തിയ ഒരു ആസൂത്രണം. ആ ആസൂത്രണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനും അവർക്ക് പ്രചരണം നടത്താനായിട്ടുള്ള വാതിൽ തുറന്നു കൊടുക്കാനും കഴിഞ്ഞു എന്നുള്ളത് പ്രത്യേകമായിട്ടുള്ളൊരു അതിശയമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട. പക്ഷേ അവരത് ചെയ്തു കഴിഞ്ഞു. അവർക്കൊപ്പം യഥാർത്ഥത്തിൽ മറ്റ് 2 കക്ഷികളും, കാരണം ഈ വർഷത്തെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് വ്യത്യസ്തമായിട്ടുള്ള ത്രികോണ മത്സരം എന്ന് പറയുന്നത് ഏതാണ്ട് ഒട്ടുമിക്ക മേഖലകളിലും നടപ്പാകാൻ പോകുന്നതായിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പായിട്ടാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അപ്പോൾ ത്രികോണ മത്സരത്തിൻ്റെ സാധ്യതയിൽ 3 മുന്നണികളും ഒപ്പത്തിനൊപ്പം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. 2-3 ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും മറ്റ് 2 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ തിരഞ്ഞെടുപ്പിൻ്റെ വിഷയങ്ങൾ അത് മിക്കവാറും എത്രയോ കാലമായിട്ട് കേരളത്തിലെ മനുഷ്യരുടെ മനസ്സിനകത്ത് ചർച്ച ചെയ്യപ്പെട്ടുള്ളതും അവരേതാണ്ട് തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ളതുമാണ്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഓളം എന്ന് പറയുന്നത് അതിൽ കുറേ ആളുകളെയെങ്കിലും സ്വാധീനിക്കും. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് വലിയൊരു ആഘോഷമാണ്. ആ ആഘോഷത്തിൽ ഓളത്തിനും വലിയ പ്രസക്തിയുണ്ട്. ആ പ്രസക്തി മനസ്സിലാക്കി ഒപ്പം നിന്നാൽ മാത്രമാണ് മത്സരത്തിനൊപ്പം നിന്ന് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. കാരണം പിന്നാലെ ഓടിയെത്തിയിട്ട് കാര്യമില്ല.
ഇതൊപ്പം തന്നെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. കാരണം മറ്റ് തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഈ തിരഞ്ഞെടുപ്പുകളെ വ്യത്യസ്തമാക്കുന്നത് ത്രികോണ മത്സര സാധ്യത എന്ന് പറയുന്നത് ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒപ്പം ഇങ്ങനെ ഓടിയെത്തുന്നതിൽ പിറകിൽ നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. കാരണം അവർക്ക് രണ്ട് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ വന്നതിന് ശേഷം ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ വന്നാൽ മതി എന്ന തോന്നലുള്ള രീതിയിലാണ് അതാണോ കാരണം? അതോ അവരുടെ രീതി ദേശീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് എല്ലാം ഒറ്റഘട്ടമായി പ്രഖ്യാപിക്കുക എന്നൊരു രീതി അവർക്കുണ്ടല്ലോ, അതാണോ കാരണം? അല്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണങ്ങൾ അവരാണ് തീരുമാനിക്കുന്നത്. പക്ഷേ എന്തായാലും അതിങ്ങനെ വൈകി പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ 1-2 ദിവസം അതിൽ കൂടുതൽ വൈകലിനുള്ള സ്കോപ്പ് ഇതിനകത്തില്ല. കാരണം നമുക്ക് ഉള്ള സ്പേസ് 25 ദിവസത്തിൻ്റെ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ഇത് പ്രഖ്യാപിച്ചേ പറ്റൂ. പക്ഷേ ഒരു ചെറിയ എഡ്ജ് ഇന്ന് പ്രഖ്യാപിച്ചെന്ന് തന്നെ പ്രചരണം നടത്തുന്നവർക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അത് വിശകലനം ചെയ്യാനായിട്ട് ഒരുപാട് കാലമായിട്ട് കേരളത്തിലെ മനസ്സുകളെല്ലാം തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് അവരെടുത്തു വച്ചിരിക്കുന്നതായിട്ടുള്ള തീരുമാനത്തിൽ വലിയ മാറ്റങ്ങൾ കാര്യമായിട്ടുണ്ടാകണമെന്നില്ല. പക്ഷേ ചെറിയൊരു സുഖമുണ്ടാക്കും. അത് പക്ഷേ തിരഞ്ഞെടുപ്പിൽ വളരെ പ്രസക്തവും പ്രധാനപ്പെട്ടതുമാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഞാൻ ശ്രീത് പണിക്കർ, ഇന്നിപ്പോൾ കുന്നത്തുനാട് ഒരു വിസ്മയം കണ്ടു. അവിടെ കോൺഗ്രസിൻ്റെ അടൂരെ നേതാവ് ബാബു ദിവാകരൻ അവിടെ സ്ഥാനാർത്ഥിയാവുകയാണ്. എന്ന് പറഞ്ഞാൽ മരിക്കുമ്പോൾ എനിക്ക് കോൺഗ്രസ് പതാക കെട്ടിപ്പിടിച്ച് മരിക്കണം എന്നൊറ്റ ആഗ്രഹമുള്ളൂ എന്ന് ഏതാനും ദിവസങ്ങൾ മുമ്പ് പറഞ്ഞ ആൾ ഇന്നിപ്പോൾ ആ NDA യോഗത്തിൽ പറയുന്നത് കേട്ടു. NDAയിൽ ചേരാൻ പറ്റിയത് മുജ്ജന്മ പുണ്യമാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടു. അപ്പോൾ അങ്ങനെ ഇനി പല വിസ്മയങ്ങൾ ചിലപ്പോൾ ഈ ദിവസങ്ങൾ കാണേണ്ടി വരുമോ എന്നറിയില്ല. UDF സ്ഥാനാർത്ഥി പട്ടികയൊക്കെ നേരത്തെ ജോസഫ് സി മാത്യു സാർ പറഞ്ഞതുപോലെ അതൊരു എന്താണ് എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു പട്ടികയാണോ എന്ന കാര്യത്തിൽ അറിയില്ല. പക്ഷേ ഇന്നിപ്പോൾ ബിനോയ് വിശ്വം വാർത്താസമ്മേളനം നടത്തുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പിനുള്ള അല്ലെങ്കിൽ പ്രചരണത്തിലുള്ള ദിവസങ്ങൾ കുറയുന്നത് LDFന് അഡ്വാൻറ്റേജ് ആണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരു പരിധിവരെ ശരിയാണ്. കാരണം എന്താണ്, അവരുടെ CPMൻ്റെ 55ഓളം സിറ്റിംഗ് MLA മാർ, CPIയുടെ നേർപ്പകുതിയോളം സിറ്റിംഗ് MLA മാർ മണ്ഡലത്തിൽ അവരെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അവർക്ക് അവിടെ അവരുടെ പേര് പ്രഖ്യാപിക്കുമ്പോഴേക്കും റോഡ് ഷോയിൽ ആൾക്കാരെ കാണാൻ ഇറങ്ങിയാൽ മതി. ഒരു പരിധിവരെ പ്രചരണത്തിൻ്റെ സമയം കുറഞ്ഞത് അഡ്വാൻറ്റേജ് LDF ആണോ ശ്രീത് പണിക്കർ? തീർച്ചയായിട്ടും പറയാവുന്ന ഒരു കാര്യമാണ്. കാരണം ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഏതെങ്കിലും തരത്തിലുള്ള ഒരു എഡ്ജോ അപ്പർ ഹാൻഡോ CPMന് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. മുമ്പ് ഇവിടെ പ്രകടിപ്പിക്കപ്പെട്ട അഭിപ്രായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാൻ അതിനെ കരുതുന്നത്. കാരണം ജനം അപ്പോഴും ആരൊക്കെയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ, ആരൊക്കെയാണ് BJPയുടെ സ്ഥാനാർത്ഥികൾ, ഇവിടെ തന്നെ പരാമർശിക്കപ്പെട്ടതുപോലെ വളരെ ശക്തമായിട്ടുള്ള 3-way ഫൈറ്റ് നടക്കുന്ന സമയത്ത് ആരൊക്കെ ആയിരിക്കും ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കെതിരെ ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വലിയ ജിജ്ഞാസ ആൾക്കാർക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് ഈ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളുടെ പ്രഖ്യാപനം വരുന്നത് വരെയും അത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു അപ്പർ ഹാൻഡോ എഡ്ജോ CPMനോ CPIക്കോ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അത് കാണിക്കുന്ന വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം അവരുടെ പ്രിപ്പയർഡ്നെസ് ആണ്. അതായത് ഇങ്ങനെ ഭരണ തുടർച്ച മൂന്നാമതും വരും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു പാർട്ടി മറ്റുള്ള ആൾക്കാരുടെ സ്ഥാനാർത്ഥികളെ കണ്ടിട്ടല്ല ഞങ്ങളിവിടെ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത്. ഞങ്ങളുടെ ആൾക്കാർ ആരൊക്കെയാണ്, ഞങ്ങളുടെ സഖ്യകക്ഷികളുടെ അതിലും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയുടെ സ്ഥാനാർത്ഥി ആരൊക്കെയാണ് എന്നീ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് എന്നുള്ളൊരു പ്രിപ്പയർഡ്നെസ് കാണിക്കുന്നുണ്ട്. അത് ചെറുതല്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം 10 വർഷം തുടർച്ചയായിട്ട് അവർ ഭരിക്കുകയാണ്. നിരവധി തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ആഭ്യന്തരമായിട്ടാണെങ്കിലും അതല്ലാതെ പോളിസി മാറ്റേഴ്സിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിൽ പോലും അവർ ചില പോളിസികൾ വെക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതിനേക്കാൾ മാറ്റി അതിൻ്റെ ക്രൈറ്റീരിയനൊക്കെ തന്നെ പരിഷ്കരിച്ച് ഇത്തവണ എന്തായാലും മൂന്നാമതും ഭരണത്തിൽ വരണം എന്നുള്ള ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള ക്രൈറ്റീരിയ പോലും സെറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ചില ആൾക്കാർക്കെല്ലാം തന്നെ എക്സംഷൻസ് കൊടുക്കുന്നത്, ചില ആൾക്കാരൊന്നും വേണ്ട എന്ന് വെക്കുന്നത്. അപ്പൊ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും അതാണ് എല്ലാ ആൾക്കാർക്കും സീറ്റില്ല. ശ്രീ MM മണി ഇല്ല, AN ഷംസീർ ഇല്ല, എല്ലാ ആൾക്കാരെയും ഒരേപോലെ തന്നെ പരിഗണിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് P സരിൻ ഇതുവരെ വന്നിരിക്കുന്ന ലിസ്റ്റിൽ ഇല്ല എന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ആണെങ്കിലും നല്ല രീതിയിലത്തേക്കുള്ള ചില പ്രകടനം കാഴ്ചവെച്ച, അതുകൊണ്ട് തന്നെ ഇത്തവണ ഉറപ്പ് സീറ്റ് എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരിക്കുന്ന ചില ആൾക്കാരൊന്നും തന്നെ ഇവിടെ ഇല്ല. കോൺട്രവേഴ്സി ഉണ്ടാകുന്നതിനെ പറ്റി നമ്മൾ നേരത്തെ കണ്ടതാണ്. പ്രത്യേകിച്ച് തളിപ്പറമ്പ് പോലെയുള്ള ചില മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് കോൺട്രവേഴ്സികളൊക്കെ തന്നെ ആഭ്യന്തരമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ ഒന്നും തന്നെ മൈൻഡ് ചെയ്യാതെ ഞങ്ങളിതാ ഇന്ന ലിസ്റ്റുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് അവരുടെ ഒരു ഇലക്ഷൻ പ്രിപ്പയർഡ്നെസ്, അത് എല്ലായ്പ്പോഴും എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷ കക്ഷികൾ പ്രത്യേകിച്ച് CPM എല്ലായ്പ്പോഴും അത് കാണിക്കാറുമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നീട് വളരെ വൈകിട്ടാണ് വരിക. നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലപ്പോഴും കേന്ദ്രത്തിൽ നിന്നാണ് ആ പ്രഖ്യാപനമൊക്കെ ഉണ്ടാവുക. അതിനൊക്കെ കാലതാമസം ഉണ്ടാകും. പക്ഷേ CPMന് സാധാരണ അതില്ല
എന്നുള്ളത് തീർച്ചയായിട്ടും അവരുടെ ഒരു പ്രിപ്പയർനെസ്സിനെ കാണിക്കുന്നുണ്ട് എന്നാണ് കരുതുന്നത്. പക്ഷേ ഈ വരുന്ന ദിവസങ്ങളിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിരിക്കുന്ന വിഷയങ്ങളാണോ ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുക, മറ്റു വിഷയങ്ങൾ ഉണ്ടാകുമോ, ഈ സ്ട്രോങ് 3-way ഫൈറ്റ് ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ എന്തൊക്കെ വിഷയങ്ങളാണ് അവിടെ പ്രധാനമായിട്ട് വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. UDF ഇത് എളുപ്പമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതല്ലാതെ സാധാരണ നമുക്കൊരു ആൻറ്റി ഇൻകംബൻസി ഫീലിനെ പറ്റി പറയുമ്പോഴോ 10 വർഷത്തെ ഭരണം, കുറേയധികം ആരോപണങ്ങൾ, പോളിസി മാറ്റേഴ്സിലുള്ള വിമർശനങ്ങൾ, മന്ത്രിമാർക്കെതിരെയുള്ള ആരോപണങ്ങൾ, ഇതെല്ലാം അവിടെ ഉള്ളപ്പോൾ പോലും UDF നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ചുരുങ്ങിയത് 30 സീറ്റെങ്കിലും ഉള്ളത് നിലനിർത്തുക വേണം. പാലക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ നിലനിർത്തിയതിനു ശേഷം ചുരുങ്ങിയതൊരു 30 സീറ്റെങ്കിലും അഡീഷണൽ ആയിട്ട് അവർക്ക് UDF നേടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം വരുമെന്നുള്ളതാണ്. ഇപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആരോപണങ്ങൾ നേരിടുന്ന ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് എന്ന് കരുതി അതിന്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രിമാരോ അല്ലെങ്കിൽ ആരോപണം നേരിടുന്ന റെസ്പോൺസിബിൾ ആയിട്ടുള്ള MLA-മാരോ ഒക്കെ തന്നെ പരാജയപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഘട്ടത്തിൽ അത് പറയാനായിട്ട് കഴിയില്ല. അപ്പോൾ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഡീപ്പ് റൂട്ടഡ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ ഇവർക്ക് വലിയ ഗ്രിപ്പുള്ള നിരവധി മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ 30 മണ്ഡലങ്ങൾ അഡീഷണൽ ആയിട്ട് UDF കിട്ടുക BJP-യുടെ ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ പോലും അവിടെ കോൺഗ്രസിന് മുന്നോട്ട് വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ശ്രമകരമാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും കൂടി ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഘട്ടത്തിൽ LDF ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന് പറയാം. പക്ഷെ അത് നമ്മൾ റിയലിസ്റ്റിക്കലി പറയുന്ന തരത്തിലുള്ള ഒരു അപ്പർ ഹാൻഡ് അല്ല. ആദ്യമേ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് കൊണ്ട് അങ്ങനെ ഒരു മെച്ചമൊന്നുമില്ല. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഈ വരുന്ന പല മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ നേമത്ത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഒരു സ്ട്രോങ് 3-way ഫൈറ്റ് വരാനുള്ള ഒരു മണ്ഡലമാണ്. വട്ടിയൂർക്കാവ് അതേപോലെയുള്ള മണ്ഡലമാണ്. കഴക്കൂട്ടം അങ്ങനെയുള്ള മണ്ഡലമാണ്. പാലക്കാട് അങ്ങനെയുള്ള മണ്ഡലമാണ്. ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ മറ്റുള്ള സ്ഥാനാർത്ഥികൾ ആരാണ് എന്നതുമായി ബന്ധപ്പെട്ട് പ്രചരണത്തിൽ പോലും അത് റിഫ്ലക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. കാരണം ഓരോ മണ്ഡലം സ്പെസിഫിക് ആയിട്ട് പോലും നിരവധി വിഷയങ്ങളുണ്ട്. ഇപ്പോൾ പത്തനാപുരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്, പാലക്കാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ വരുന്നത് അതെല്ലാം അനുസരിച്ച് തന്നെ വരും ദിവസങ്ങളിലെ പ്രചരണം ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടൊരു ഏർലി അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ലിവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്നാണ് ഈ ഘട്ടത്തിൽ ഞാൻ കരുതുന്നത്. ശ്രീ ഹാഷ്മി. ഓക്കെ, മിസ്റ്റർ ജോർജ് പൊടിപ്പാറ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF മേൽക്കൈ അത് പ്രകടമായ മേൽക്കൈയായിരുന്നു. അതൊരു പക്ഷേ എന്താണ് UDF പ്രതീക്ഷ അപ്പുറത്തെ വിജയത്തിലേക്ക് അത് പോയി. 4 കോർപ്പറേഷൻ, 7 ജില്ലാ പഞ്ചായത്ത്, 64% മുനിസിപ്പാലിറ്റി, 55% പഞ്ചായത്ത് സീറ്റുകൾ എന്ന് പറഞ്ഞാൽ അത്രത്തോളം താഴെത്തട്ടിൽ CPM-ന്റെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനത്തോട് ഏറ്റുമുട്ടി നേടിയ വിജയമാണ്. ആ വിജയം അസാധ്യ വിജയമാണെന്നാൽ തർക്കമില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പോഴുണ്ടായ ഒരു പെർസെപ്ഷൻ പിന്നീട് പതിയെ മാറിയോ? അപ്പോൾ ജോസഫ് സി മാത്യുവും ശ്രീജിത് പണിക്കരും പറയുന്നത് പോലെ ഇതിൽ ഒരു തോൽവി UDF സംഭവിച്ചാൽ അത് ഫേറ്റലാണ്, അത് ലീഥലാണ് എന്നുള്ള കാര്യം അവർക്ക് നന്നായി അറിയാം. എന്നിട്ടും ഒരു കെ സുധാകരൻ എനിക്ക് മത്സരിക്കണം എന്ന് വാശി പിടിക്കുകയാണ്. ആ കെ സുധാകരനിൽ തട്ടി തുടക്കം മുതൽ ഉയരുന്ന ചോദ്യം, MP-മാർ മത്സരിക്കുന്ന ചോദ്യം ഇപ്പോഴും ഉത്തരവില്ലാതെ നിൽക്കുകയാണ്. അതിൽ തട്ടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവാതിരിക്കുകയാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമായുള്ള തർക്കങ്ങൾ ഇപ്പോഴും നിൽക്കുകയാണ്. അതായത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച് വിത്തിൻ 24 hours ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് ഇന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. പക്ഷേ ആ പ്രഖ്യാപനം യാഥാർത്ഥ്യമാവാൻ ഇടയുണ്ടോ ശ്രീ ജോർജ് പൊടിപ്പാറ? ഹാഷ്മി, ഇതിനകത്ത് ഈ മറ്റ് 3 പേരും പറഞ്ഞ് ശ്രീ ജോസഫ് സി മാത്യുവും ശ്രീജിത്ത് പണിക്കരും അതുപോലെ തന്നെ NM പിയേഴ്സിനും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ 5000 പേര് വരുമെന്നല്ലേ പറഞ്ഞു. ഒറ്റ മിനിറ്റ് സാറേ, ഇപ്പോൾ സംസാരിക്കാം. പാർട്ടി മെമ്പർമാർ തന്നെ 3500 ആ മണ്ഡലത്തിൽ. ഒന്നും അറിയത്തില്ല, എന്നെ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. അടുത്ത ദിവസങ്ങൾ മുതൽ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ സാർ സജീവമായി രംഗത്തുണ്ടാവും. ഒക്കെ ആലോചിച്ചിട്ട് പറയാം. ഈ ചുവരെഴുത്തുകളൊക്കെ മറ്റുള്ളവരൊക്കെ തുടങ്ങി സാധനം ചുവരെഴുത്തുകൾ ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഏത് തരത്തിലായിരിക്കും ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോകുന്നത്? അതൊന്ന് കയറിക്കോട്ടെ. ജി സുധാകരൻ സംസാരിക്കുകയായിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നു ജി സുധാകരൻ. അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നതിന് ശേഷം വർഗ്ഗവഞ്ചകൻ എന്ന് ആദ്യം വിളിക്കുന്നു. പിന്നീട് ഇന്നലെയൊക്കെ കടുത്ത വിമർശനം ജി സുധാകരനെതിരെ വലിയ കടുത്ത ഭാഷയിലെ മുദ്രാവാക്യങ്ങളൊക്കെ ഉയർന്ന പ്രകടനം ഇന്നലെ കണ്ടു. അത് ജി സുധാകരൻ സംസാരിക്കുകയായിരുന്നു. ജോർജ് പൊടിപ്പാറ, 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കൽ എന്ന പ്രഖ്യാപനം നടപ്പാകൂ എന്നതായിരുന്നു ചോദ്യം. ഇത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൻ്റെ ഒരു സമ്മർദ്ദം ഉണ്ടല്ലോ. ഇടതുപക്ഷം, അതായത് പ്രധാനപ്പെട്ട 2 കക്ഷികൾ CPM-ഉം CPI ഏതാണ്ട് മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 4-5 സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ മാത്രമേ ഇനി പ്രഖ്യാപിക്കാൻ ബാക്കിയുള്ളൂ. ഇത് സ്വാഭാവികമായിട്ടും ഈ UDF-ൻ്റെ മേലെ ഒരു അധിക സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. ആ അധിക സമ്മർദ്ദം കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആരെങ്കിലും ബ്ലാക്ക് മെയിലിങ്ങിലോ അല്ലെങ്കിൽ വലിയ കൂടിയാലോചനകളും ഇതുമായിട്ട് അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ ഇനി സമയമില്ല, സാവകാശവുമില്ല. അതുകൊണ്ട് തന്നെ ഈ സർവേകളിലൊക്കെ കണ്ടെത്തിയ വിന്നബിലിറ്റി എന്ന് പറയുന്ന മേജർ ഫാക്ടറുണ്ട്.
ആ ഫാക്ടറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഈ ബ്ലാക്ക് മെയിലിങ്ങിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും വഴങ്ങാതെ AICCയുടെയും അതുപോലെ തന്നെ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെയും KPCC ഒക്കെ നടത്തിയ സർവേ അനുസരിച്ചും മണ്ഡലത്തിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടും ഒരു സ്ഥാനാർത്ഥി പട്ടിക വലിയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ഒരുപക്ഷെ നാളെ തന്നെയോ അല്ലെങ്കിൽ മറ്റന്നാളേക്ക് പ്രഖ്യാപിക്കാനാണ് സാധ്യത. ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇനി അതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും പോകാൻ ആർക്കും സമയമില്ല, പാർട്ടിക്ക് സമയമില്ല, AICCക്ക് സമയമില്ല, നേതാക്കൾക്കും സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വേഗത്തിൽ ഒരുപക്ഷെ സെറ്റിൽ ആകാൻ സാധ്യതയുണ്ട്. ചില മുറിവുറുപ്പുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകാം. പക്ഷേ ഈ അടുത്ത കാലത്ത് UDFനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു കുറേ കൂടി വ്യക്തിപരമായ സ്വാധീനം ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാം. അതായത് സ്ഥാനാർത്ഥിയുടെ ആ ഒരു വ്യക്തിപരമായ മികവ്, അതുപോലെ തന്നെ സ്ഥാനാർത്ഥിക്ക് അതാത് വാർഡുകളിലും അതുപോലുള്ള ആ പ്രദേശത്തുമുള്ള ഒരു സ്വാധീനം, ഇങ്ങനെ രാഷ്ട്രീയമായ ഇതിനോടൊപ്പം തന്നെ മറ്റു പല ഘടകങ്ങളുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാന മാനദണ്ഡം ഉണ്ടാകുക. അതായത് സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ലെങ്കിൽ ഹാഷ്മി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇത്രയും മികവാർന്നൊരു വിജയം തീർച്ചയായിട്ടും UDFന് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ആ ഘട്ടത്തിൽ സർക്കാരിനെതിരെ രാഷ്ട്രീയ വികാരമുണ്ട്, രാഷ്ട്രീയമായ എതിർപ്പുണ്ട്, ജനങ്ങൾക്കിടയിൽ വലിയ അസംതൃപ്തിയുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് കൃത്യമായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ആ കണക്കുകളൊക്കെ ഹാഷ്മിയോട് പറഞ്ഞല്ലോ. 55% ഗ്രാമപഞ്ചായത്തുകൾ വിജയിക്കാൻ കഴിഞ്ഞത് ഒരു ചെറിയ കാര്യമല്ല. അതിൽ നിന്ന് കാര്യമായൊരു വ്യത്യാസം ഈ പറഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് സർക്കാരിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? തുടർച്ചയായ വലിയ പരസ്യങ്ങളുണ്ടായി, ചില ആനുകൂല്യ പ്രഖ്യാപനങ്ങളുണ്ടായി, ക്ഷേമ പ്രഖ്യാപനങ്ങളുണ്ടായി, എല്ലാ വിഭാഗം ജനങ്ങളെ സ്പർശിക്കുന്ന രീതിയിൽ പല കാര്യങ്ങൾ ചെയ്തു. ഇതുകൊണ്ടൊക്കെ മാത്രം ഈ പറഞ്ഞ ആ വിരുദ്ധ വികാരത്തെ മായ്ച്ചു കളയാൻ പറ്റുമോ? ആ വിരുദ്ധ വികാരം അപ്പാടെ മാറ്റിയെടുക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണല്ലോ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഇല്ലാത്ത ഒരു അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ UDFന് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചാൽ നഷ്ടപ്പെടില്ല എന്ന് പറയാൻ ഞാൻ ആളല്ല. കാരണം എന്താ വെച്ചാൽ 2021 തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ പരാജയത്തിന് ശേഷം റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ LDF അധികാരത്തിൽ വന്നു എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെയുള്ള ആനുകൂല്യങ്ങളൊക്കെ കുറേ പ്രഖ്യാപനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. ഇതിൽ വീണുപോയി, അല്ലെങ്കിൽ ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് എടുത്ത് സർക്കാരിന് വീണ്ടും ആശീർവദിക്കാൻ ജനം തയ്യാറാകുമോ എന്നുള്ളൊരു ചോദ്യം ഒരു മറുവശത്തുണ്ട്. അതിൻ്റെ ഉത്തരം വരും ദിവസങ്ങളിലേ കാണുള്ളൂ. ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഈ അടുത്ത കാലത്ത് UDF ഉപതെരഞ്ഞെടുപ്പുകളിലും അതുപോലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുമൊക്കെ LDFനേക്കാൾ മുമ്പേ തന്നെ, ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ചും LDFനേക്കാൾ മുമ്പേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്ന, ഇപ്പോൾ പുതുപ്പള്ളിയിലൊക്കെ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം, അത് നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടതാണ്, അങ്ങനെ പല സ്ഥലത്തും, പാലക്കാടാണെങ്കിലും ശരി, നിലമ്പൂരാണെങ്കിലും ഒക്കെ ശരി, LDFന് ഒപ്പമോ അതിനു മുമ്പോ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന കാഴ്ച കണ്ടു, എഡ്ജ് കിട്ടുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇത്തവണ വളരെ നേരത്തെ തന്നെ പറഞ്ഞു, ഞങ്ങൾ ജനുവരിയിൽ തന്നെ പ്രഖ്യാപിക്കും. മറ്റേ എന്താ പറയുക, സതീശൻ്റെ ആ പൊതുയുഗ യാത്രയുടെ സമയത്ത് അതാത് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടത്തും എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വന്നതാണ്. പക്ഷേ അതിനുശേഷം പൊതുയുഗ യാത്രയ്ക്ക് ശേഷമാണ് ഓൾ ഓഫ് എ സഡനായിട്ട് പാർട്ടിയിൽ അതുവരെ ഇല്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടുന്ന കാഴ്ച കണ്ടു. അതിൽ ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡാണ് K. സുധാകരൻ എന്ന് പറയുന്ന മുൻ KPCC പ്രസിഡന്റ് കണ്ണൂരിലെ MP പാർട്ടിക്ക് വലിയൊരു തലവേദനയും വലിയ ഒരു സമ്മർദ്ദവും സൃഷ്ടിച്ചുകൊണ്ട് എനിക്ക് കണ്ണൂരിൽ മത്സരിക്കണമെന്ന് പറയുന്നത്. ഇത് സ്വാഭാവികമായിട്ടും UDFനെ വല്ലാത്തൊരു അസ്വസ്ഥതയിലേക്കും UDFനെ കുറിച്ച് ഒരു എന്താ പറയുക, ജനങ്ങൾക്കിടയിൽ ഒരു അവമതിപ്പുണ്ടാക്കാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളതൊരു തർക്കമറ്റ സംഗതിയാണ്. ഇനിയും സുധാകരനെ പാച്ചപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ആ വിഷയത്തിൽ സുധാകരൻ ഏതെങ്കിലും രീതിയിൽ കണ്ണൂർ മത്സരിക്കാൻ തന്നെ തീരുമാനിച്ചാൽ, AICCയുടെ തീരുമാനത്തിന് വിരുദ്ധമായി എന്തെങ്കിലും മത്സരിക്കാൻ തീരുമാനിച്ചാൽ, കണ്ണൂർ ജില്ലയിൽ വലിയ രീതിയിൽ അത് UDFൻ്റെ സാധ്യതകളെ ബാധിക്കും. അതൊരു പക്ഷേ കേരളത്തിൽ തന്നെ ഒരുപാട് ചില പ്രശ്നങ്ങൾ UDFന് സൃഷ്ടിക്കും എന്നാണ് തോന്നുന്നത്. പക്ഷേ അതൊന്നും ഇല്ലാതെ പ്രശ്നങ്ങൾ തീരാൻ സാധ്യതയുണ്ട്. പിന്നെ കുറച്ച് ദിവസങ്ങളെ ഉള്ളൂ എന്നുള്ളത് നേരത്തെ പറഞ്ഞ ആ പോയിന്റിനോട് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അവരെല്ലാം LDFൻ്റെ സ്ഥാനാർത്ഥികളൊക്കെ സുപരിചിതരാണ്. ഭൂരിപക്ഷം പേരും മണ്ഡലത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നുള്ള ആ ഒരു വശം അവിടെ ഉണ്ട്. ഈ പരിചിതത്വം സൃഷ്ടിക്കുന്ന ഒരു അതൃപ്തി ഉണ്ടല്ലോ, അതായത് കൂടുതലായിട്ടുള്ള ആ ഒരു എക്സ്പോഷർ സൃഷ്ടിക്കുന്ന ആ ഒരു വിരക്തിയുണ്ട്. അതും അവരെ ബാധിക്കാം. മാത്രമല്ല, UDFന് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ LDFനെയും അതുപോലെ തന്നെ NDAയും അപേക്ഷിച്ച് സാമ്പത്തികമായിട്ട് മണ്ഡലത്തിൽ പണം ചെലവാക്കാനുള്ള ശേഷി ഇപ്പോൾ UDFന് കുറവാണ്. നീണ്ടു നിൽക്കുന്ന
മാസങ്ങൾക്കപ്പുറം നീളുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണെങ്കിൽ UDF കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പിലും നേരിട്ടതുപോലെ അവസാനം പണമില്ലാതെ സ്ഥാനാർത്ഥികൾ നെട്ടോട്ട് ഓടേണ്ടി വരും, പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഒരു 15 ദിവസത്തേക്കൊക്കെ ആണെങ്കിൽ UDFന് വലിയ പണച്ചുരുക്കമില്ലാതെ ഫണ്ട് ക്ഷാമമില്ലാതെ കാര്യങ്ങൾ കൃത്യമായി തന്നെ മറ്റുള്ളവർക്കൊപ്പം തന്നെ കൊണ്ടുപോകാൻ കഴിയും. അത് ഈ സമയം കുറഞ്ഞത് ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു ആനുകൂല്യം UDFന് കിട്ടുന്നുണ്ട്. കാരണം അവർക്ക് സാമ്പത്തിക ഞെരുക്കം വളരെ കൂടുതലാണ്. മാത്രമല്ല പാർട്ടി ഫണ്ട് സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കുന്നതും ഈ UDFൻ്റെ കാര്യത്തിൽ കുറവായിരിക്കും. LDFൽ സ്ഥാനാർത്ഥിയായാൽ മതി, പണം മുടക്കുന്നത് പാർട്ടിയാണ്. NDAയിലാണെങ്കിലും ഏതാണ്ട് അതുതന്നെയാണ് അവസ്ഥ. പക്ഷേ UDFൻ്റെ സ്ഥിതി അതല്ല. അതുകൊണ്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഈ ദിവസങ്ങളുടെ എണ്ണം, പ്രചരണ ദിവസങ്ങളുടെ എണ്ണം കുറയുന്നത് അവരെ ഒരു പരിധി വരെ അവർക്കൊരു ആശ്വാസമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കെ സുധാകരൻ ചൊവ്വാഴ്ച ഡൽഹിക്ക് പോകുന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. രമേശ് ചെന്നിത്തല വീണ്ടും കെ സുധാകരനെ വിളിച്ചു. ചൊവ്വാഴ്ച ഡൽഹിയിൽ നിർണായക ചർച്ച എന്ന് കേൾക്കുന്നുണ്ട്. കെ സുധാകരൻ ഡൽഹിയിലേക്ക് പോയില്ലോ എന്നുള്ളത് അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതൃപ്തിയാണ് അതിനുള്ള കാരണം. അപ്പോൾ ഡൽഹിയിലേക്ക് പോവുക എന്ന് പറയുന്നതിനർത്ഥം പ്രശ്നപരിഹാരത്തിലേക്ക് എത്തുകയാണോ, അതോ കെ സുധാകരനും അടൂർ പ്രകാശിനും മാത്രം MP-മാരിൽ മത്സരിക്കുക എന്ന തീരുമാനത്തിൽ ഹൈക്കമാൻഡ് എത്തുമോ എന്ന് ആരും അറിയുകയുമില്ല. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇവിടെ എല്ലാ കാലത്തും UDFൽ പ്രശ്നങ്ങളില്ലാതിരുന്നിട്ടില്ല. UDF CPM എന്ന് പറയുന്നത് പോലൊരു കേഡർ സംവിധാനം, അല്ലെങ്കിൽ അവിടെ നിന്ന് തീരുമാനിക്കുക, അത് താഴെത്തട്ടിലേക്ക് അതേപോലെ എത്തുക, ആളുകൾ അതേപോലെ അനുസരിക്കുക എന്നൊരു സംവിധാനം അതിലില്ല. എന്ന് പറഞ്ഞാൽ പോലും ഈ പറയുന്ന രീതി, ഇപ്പോൾ ശ്രീ ജോർജ് പൊളിപ്പാറ സാർ പറയുന്നത് പോലെ സ്ഥാനാർത്ഥികളുടെ പരിചയം ചിലപ്പോൾ തിരിച്ചടിയാകാമെങ്കിലും സ്ഥാനാർത്ഥികളെ അവർക്കറിയാം. സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ പരിചിതരാണ്. 55-56 സ്ഥാനാർത്ഥികൾ, അല്ലെങ്കിൽ CPM ചേർന്ന ഭൂരിപക്ഷ സ്ഥാനാർത്ഥികളും അതത് മണ്ഡലത്തിൽ അറിയാവുന്നവരാണ്. UDFന് അതല്ലാത്തവരാണെന്നറിയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി അവർ ഹോംവർക്ക് ചെയ്യണ്ടേ? ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നിൽക്കുമ്പോഴും കുറേ എങ്കിലും മണ്ഡലങ്ങളിൽ അവർ പ്രഖ്യാപിക്കേണ്ട, പക്ഷേ സ്ഥാനാർത്ഥികളോട് അവിടെ പ്രവർത്തിക്കാൻ പറയണ്ടേ? ഇവിടെ നേമത്ത് ജയസകലാണോ വൈഷ്ണയാണോ എന്ന് ഇപ്പോഴും അറിയില്ല. അരുവിക്കരയിൽ ലാസ്റ്റ് മൊമെന്റിൽ വിളിച്ച് ശബരിനാഥനോട് മത്സരിക്കാൻ പറയുക. ഇനി വേണം അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവാൻ. ഇനി വേണം അവരുടെ സ്ഥാനാർത്ഥികൾ പുതിയവരാണെങ്കിൽ അവർക്ക് ആ മണ്ഡലത്തിലേക്ക് ഇറങ്ങാൻ. ശ്രീ ആനന്ദ് കൊച്ചുകൂടി. ഹാഷ്മി, ഈ ഇന്ന് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ അവരെല്ലാവരും പരിചിതരാണ് എന്നുള്ളത് ഒരു CPMന് താൽക്കാലികമായിട്ടൊരു അഡ്വാൻറ്റേജ് കൊടുക്കുന്ന സംഭവമാണ്. അത് CPI ആണെങ്കിലും CPM ആണെങ്കിലും അവരുടെ ബഹുഭൂരിപക്ഷം സ്ഥാനാർത്ഥികളും മുൻപ് മത്സരിച്ച സിറ്റിംഗ് MLA-മാർ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയ ഒരു വിൻഡോ, അതായത് ഇന്ന് നാളെ അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതുകൊണ്ട് മാത്രം പക്ഷേ അവർക്ക് ഒരു എഡ്ജ് ഉണ്ട് എന്ന് കരുതുക വയ്യ. കാരണം ഇനിയും 10-25 ദിവസമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ദിവസങ്ങളിൽ ഇനി UDFന് മുന്നേറാൻ കഴിയുമെങ്കിൽ നല്ല സ്ഥാനാർത്ഥികൾ. പക്ഷേ ഒരു കാര്യം ശരിയാണ്, ഈ സ്ഥാനാർത്ഥികൾ പലരും പുതുമുഖങ്ങളാണെങ്കിൽ അത് 2021-ലും UDFന് പുറകോട്ടടിച്ച ഒരു കാര്യമാണ്. പല യുവ നേതാക്കളെയും 50ഓളം യുവ നേതാക്കളെ കഴിഞ്ഞ തവണ കോൺഗ്രസ് അവതരിപ്പിച്ചെങ്കിലും പലരെയും മണ്ഡലത്തിൽ പരിചിതരല്ലാത്തതുകൊണ്ടും പലരും പുതുമുഖങ്ങളായിരുന്നതുകൊണ്ടും അവരെ അവിടെ ഒരു ഓളം ഉണ്ടാക്കാൻ അവർക്ക് സമയമെടുത്തു, അല്ലെങ്കിൽ അവരെ എല്ലായിടത്തും അവർക്ക് ഓടിയെത്താൻ പറ്റിയില്ല. റോഡ് ഷോകൾ കൂടി കൊണ്ട് മാത്രം വോട്ടർമാരെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു തരത്തിലല്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. ഇവർ ജീപ്പിലോ അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ കയറി കൈവീശി കാണിച്ചത് കൊണ്ട് മാത്രം വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയില്ല. പക്ഷെ അതൊക്കെ പറയുമ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ UDFന് കിട്ടിയ ആ ഒരു മുന്നേറ്റം, അത് വലിയൊരു മുന്നേറ്റം തന്നെയാണ്. ഇവിടെ കേരളത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. ആ ഭരണവിരുദ്ധ വികാരം അത് ചെറിയ തോതിലല്ല, വലിയ തോതിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് വളരെ സുവ്യക്തമാണ്. അത് മാത്രമല്ല, മധ്യകേരളത്തിലൊക്കെ പലയിടത്തും ഈ സ്ഥാനാർത്ഥികളെ നോക്കാതെ പൊളിറ്റിക്കൽ വോട്ട് എന്ന നിലയ്ക്ക് തന്നെ മധ്യകേരളത്തിലൊക്കെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, UDFന് വോട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് പലരോടും നമുക്ക് സംസാരിക്കുമ്പോൾ വ്യക്തമാണ്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ വോട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ആ ഒരു മുന്നേറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ വോട്ടുകൾ UDFന് നിലനിർത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത് സ്ഥാനാർത്ഥികൾ തന്നെയാണ്. സ്ഥാനാർത്ഥികൾ വലിയ ഒരു ഘടകം തന്നെയാണ്. 25 ദിവസമാണോ 20 ദിവസമാണോ ആയിക്കോട്ടെ, പക്ഷേ മികച്ച സ്ഥാനാർത്ഥികൾ, ഇപ്പോൾ വേറൊരു തരത്തിൽ നമുക്കിതിനെ നോക്കാം. LDFൻ്റെ സ്ഥാനാർത്ഥികൾ വന്നു. ഇപ്പം നേമത്താരാണ്, അല്ലെങ്കിൽ വട്ടിയൂർക്കാവിൽ ആരാണ്, ഈ പലയിടത്തും ഈ വളരെ നിർണായകമായി ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ CPM ഇപ്പോൾ പാലക്കാട് ഒഴിച്ചിട്ടിട്ടുണ്ട്. അത് തന്നെ അവർ അവിടെ ഒരു പ്രത്യേക സ്ഥാനാർത്ഥിയെ പ്രത്യേക
മതവിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാനാണ് എന്ന് പറയപ്പെടുന്നു. അതുപോലെ കോൺഗ്രസിന് ഇപ്പോൾ ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് നിൽക്കുന്നത് എന്ന് CPM-ൻ്റെ സ്ഥാനാർത്ഥികളെ മനസ്സിലായ സ്ഥിതിക്ക് കോൺഗ്രസിന് ആ രീതിയിൽ സാമുദായികമായിട്ടും മറ്റും സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാനുള്ള സമയമുണ്ട്. അതിനും ശേഷമായിരിക്കും ഇനി BJP-യുടെ സ്ഥാനാർത്ഥികൾ വരുന്നത്. കാരണം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ചിലരെങ്കിലും കുറച്ച് പേരെങ്കിലും അവർ റിബലുകളായിട്ടോ അല്ലെങ്കിൽ അവസാനം BJP-യുടെ പാളയത്തിലെത്തുമോ എന്ന് അവർ ഉറ്റുനോക്കുന്നു. ഇന്ന് തന്നെ 2020-യുടെ കുന്നത്തുനാട്ടെ സ്ഥാനാർത്ഥിയായിട്ട് അടൂരിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ സാബു ജേക്കബിന് ചാക്കിട്ട് പിടിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് വലിയ അത്ഭുതമാണ് ഉണ്ടാക്കുന്നത്. കാരണം കുന്നത്തനാട് പോലെ 2020-ക്ക് ഏറ്റവും സ്വാധീനമുള്ള അവരുടെ മണ്ഡലത്തിൽ പോലും അവർക്ക് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ ഈ ഒരു ദിവസം, ഇന്നത്തെ ദിവസം CPM തന്നെയാണ് ജയിച്ചത്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ആലപ്പുഴ ബ്യൂറോയിലേക്ക് വരുമ്പോൾ സലാമിൻ്റെ വലിയ ഒരു മോട്ടോർക്കയുടെ ഒരു ബൈക്ക് റാലി കണ്ടിരുന്നു. സുധാകരനെ ആണെങ്കിൽ അദ്ദേഹം ഇപ്പോഴും UDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ടായിരിക്കുമോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കുമോ മത്സരിക്കുന്നത് എന്ന് പോലും വ്യക്തമല്ല. അപ്പോൾ തൽക്കാലം 2 ദിവസത്തേക്ക് CPM-നും CPI-ക്കും അല്ലെങ്കിൽ LDF-നും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നല്ല സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുകയും ഇനി തമ്മിൽ തല്ലാതെ, അതായത് UDF-ൻ്റെ ഘടകകക്ഷികൾ തമ്മിൽ ഒരു തർക്കമില്ലാതെ സ്ഥാനാർത്ഥികളെ അവർക്ക് ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്യാൻ പറ്റുകയും റിബലുകൾ ഇല്ലാത്ത രീതിയിൽ പ്രശ്നങ്ങളില്ലാതെ പരിഹരിക്കാൻ പറ്റുകയും ചെയ്താൽ ആ ഒരു 2 ദിവസത്തെ അഡ്വാൻറ്റേജ് അത് ഒരാഴ്ച കൊണ്ട് തന്നെ ആ ഒരു അഡ്വാൻറ്റേജ് ഇല്ലാതാക്കാൻ UDF-ന് വളരെ എളുപ്പത്തിൽ പറ്റും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ജോസഫ് സിമാത്ത്, ഇവിടെ തെരഞ്ഞെടുപ്പ് അജണ്ടകൾ തീരുമാനിക്കാൻ, അതിനെ പ്രചരണ വിഷയമാക്കാൻ ഒരു പ്രത്യേക പ്രാഗൽഭ്യം എല്ലാ കാലത്തും CPM-നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഏതെങ്കിലും തരത്തിൽ പ്രൊവോക്കേഷൻ ഇല്ലാത്ത സമയത്ത്, അത്തരമൊരു ചർച്ചയില്ലാതിരുന്ന സമയത്താണ് ലീഗിനെ ജമാഅത്തെ ഇസ്ലാമി നയിക്കുന്നതെന്ന് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പടയൊന്നും വന്ന് വീഴുകയും പിന്നീട് എത്രയോ ആഴ്ചകൾ അതിൽ ചുറ്റിത്തിരിഞ്ഞ് ചർച്ചകൾ തുടരുകയും ചെയ്തു. ഇപ്പോൾ ഈ കഴിഞ്ഞ 1-2 ആഴ്ച നോക്കിയാൽ സോഷ്യൽ മീഡിയയിലടക്കം CPM-ൻ്റെ പക്ക അതീശത്വമാണ്. എന്ന് പറഞ്ഞാൽ അവർ പുഷ് ചെയ്യുന്നത് വികസന അജണ്ട തന്നെയാണ്. അതിനുശേഷം പത്രങ്ങളിൽ വരുന്ന പരസ്യങ്ങളാവട്ടെ, നേതാക്കൾ സംസാരിക്കുന്നതാവട്ടെ, വികസനത്തിലേക്ക് ഏറ്റവും ഒടുവിലേക്ക് പ്രചരണത്തെ കൊണ്ട് അജണ്ട എന്ന നിലയ്ക്ക് തന്നെ സെറ്റ് ചെയ്യുകയാണ്. ഇനി അതിനപ്പുറം നാളെ മറ്റൊരു വിഷയം നേരത്തെ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ പോലെ കൊണ്ടുവരുമോ എന്ന കാര്യം അറിയുകയുമില്ല. അതിലപ്പുറം ഈ പറയുന്ന ശബരിമലയുണ്ട്, ഈ പറയുന്ന കുറേയധികം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കുറേയധികമുള്ള വിഷയങ്ങളുണ്ടല്ലോ. അത്തരം രാഷ്ട്രീയ വിഷയങ്ങൾ ട്രിഗർ ചെയ്യാൻ ഈ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ UDF-ന് കഴിയുമോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ജോസഫ് സി മാത്യു. ഹാഷ്മി, ഇവിടെ നേരത്തെ പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ 20 ദിവസം കൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവരവരുടെ ജീവിതാനുഭവങ്ങളുടെയും കൂടെ പശ്ചാത്തലത്തിലാണ് തീരുമാനമെടുക്കുന്നത്. അങ്ങനെ നോക്കിയാൽ നമ്മൾ ഇലക്ഷനുകൾ, ലോക്സഭയിലേക്കുള്ള ഇലക്ഷനിൽ തീർച്ചയായിട്ടും എല്ലാ കാലത്തും UDF-ന് ഒരു മേൽക്കൈയുണ്ട്. നിയമസഭ മാറി മാറി വരുമ്പോൾ പോലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാ കാലത്തും LDF-ന് ഒരു മേൽക്കൈയുണ്ട്. അതിൻ്റെ കാരണം ഒരു തെരുവിൽ, ഒരു നാട്ടുംപ്രദേശത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പൊതുപ്രവർത്തകർ സാധാരണഗതിയിൽ LDF-ൻ്റെ പൊതുപ്രവർത്തകരാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ നമ്മൾ പറയുന്നു, കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഊണ് കൊടുക്കാൻ, മരിച്ചാൽ കുഴിച്ചിടാൻ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് നാട്ടിൽ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നത് ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരാണ്. അതൊരു സത്യാവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ അങ്ങനെ ലോക്കൽ നേതാക്കന്മാർ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഒരു അഡ്വാൻറ്റേജ് LDF-ന് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്രാവശ്യം ആ മേൽക്കൈയെ മറികടന്നുകൊണ്ട് അവരെ തോൽപ്പിച്ചത് സംസ്ഥാന നേതൃത്വമാണ്, അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ്റിനോടുള്ള ആൻറ്റി ഇൻകംബൻസി എന്ന് പോലുമല്ല ഞാൻ പറയുന്നത്, റെസൻമെൻ്റ് എന്നാണ്, ഒരു വെറുപ്പ്. അത് കേരളത്തിലുടനീളം പ്രകടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ആ റിസൾട്ടിൽ നമ്മൾ കണ്ടത്. അത് 4 പത്രപരസ്യം കൊണ്ടൊന്നും മാറ്റാവുന്ന ഒന്നല്ല. അത് ഗവൺമെൻറ്റിന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ആശാ വർക്കർമാർക്ക് വർദ്ധിപ്പിച്ച തുക വീണ്ടും വർദ്ധിപ്പിക്കേണ്ടി വന്നത്. പെൻഷൻ്റെ കാര്യത്തിലെ പ്രഖ്യാപനം വീണ്ടും ഉണ്ടായത്. അപ്പോൾ ഇലക്ഷന് വേണ്ടി ഒരിക്കൽ വർദ്ധിപ്പിച്ച കാര്യങ്ങൾ പോലും വീണ്ടും അറ്റൻഡ് ചെയ്യേണ്ടി വന്നത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലൊക്കെ വന്നതിൻ്റെ കാരണം അത് സർക്കാരിന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്.
എന്നിട്ട് കുറേ പരസ്യങ്ങളിലൂടെ കുറേ കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത്. ഇപ്പോൾ പവർ കട്ട് ഇല്ലാത്ത 10 വർഷം ഇത് പറയുകയാണ്. നമ്മുടെ വൈദ്യുതി റിക്വയർമെൻറ്റിൻ്റെ 30% അല്ലെങ്കിൽ അതിൽ താഴെയാണ് കേരളത്തിൽ ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ പവർ കട്ട് ഇല്ലാത്തതിൻ്റെ 10 വർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിലെ ഗ്രിഡ് സംവിധാനം മെച്ചപ്പെടുകയും മറ്റ് സംസ്ഥാനങ്ങളിൽ വൈദ്യുതി ഉണ്ടാകുകയും ചെയ്തതുകൊണ്ട് നമ്മുടെ ഇവിടെ പവർ കട്ട് ഉണ്ടായില്ല എന്നാണോ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഈ പരസ്യങ്ങളിൽ മുഴുവൻ ഒരുപാട് പൊള്ളത്തരം, ഈ ആരോഗ്യ മേഖലയിലെ കാര്യങ്ങൾ, അങ്ങനെ ദൈനംദിനം ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം പൊതുരംഗത്ത് വരികയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത വിഷയങ്ങൾ പോലും നിങ്ങൾ പരിശോധിച്ചാൽ എല്ലാം ഈ പറയുന്ന രംഗങ്ങളിലെ പരാജയത്തിൻ്റെ ചിത്രങ്ങളായിരുന്നു, പരസ്യം ഒഴിച്ച്. അപ്പോൾ ഇത് ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രചരണ രംഗത്ത് ഒരു മേൽക്കൈ ഉണ്ടാക്കാനായിട്ടൊരു കൊണ്ടുപിടിച്ച ശ്രമം LDFിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതവർക്ക് വിജയിപ്പിക്കാൻ കഴിയും. സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് ആ പരസ്യങ്ങൾ വ്യാപകമായി കൊടുത്തു. അതെല്ലാം ശരിയാണ്. അതുകൊണ്ട് ആ പരസ്യരംഗത്തും ഇന്നത്തെ ഒരു സ്ഥാനാർത്ഥികൾ ആദ്യം തെരുവിലിറങ്ങി എന്നുള്ളത് കൊണ്ട് അവിടെ കിട്ടുന്നൊരു മേൽക്കൈ ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതുകൊണ്ട് മാത്രമാണ് ജനം തീരുമാനമെടുക്കുന്നത് എന്ന് ഞാൻ കരുതുന്നില്ല. അവിടെ UDFന് കഴിഞ്ഞ 2 പ്രാവശ്യം പറ്റിയ ഒരു കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അവർ തെരഞ്ഞെടുക്കപ്പെടുന്നതിൻ്റെ കാരണം ഈ സ്ഥാനാർത്ഥികളുടെ മേന്മയോ പേരോ കണ്ടിട്ടൊന്നുമല്ല. കേരളത്തിൻ്റെ ഒരു BJP വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരാൻ വേണ്ടി കോൺഗ്രസിനാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുന്ന കേരളത്തിലെ ജനം അവർക്ക് തെരഞ്ഞു പിടിച്ച് വോട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. പക്ഷെ ഇവർ കേരളത്തിലെ എല്ലാ ബിഗ് നെയിംസ് അവരുടെ അതാത് സ്ഥലങ്ങളിൽ നിന്ന് അവരുടെ മണ്ഡലമോ പരിസരത്തോ ഇടപെടാൻ കഴിയുന്ന എല്ലാ നേതാക്കന്മാരെയും ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുകയാണ് അവർ ചെയ്തത്. പക്ഷേ അതുകൊണ്ട് അവരെല്ലാം ഇവിടെ ഇല്ല എന്നുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ഈ പേരുകൾ പരിശോധിക്കുന്നിടത്ത്, രാഷ്ട്രീയമായിട്ടല്ല, പേരുകൾ പ്രാധാന്യമുള്ളതാണ് എന്ന് എല്ലാവരും പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ട് ഞാൻ പറയാണ്, അവരവിടെ ഇല്ല. അതേസമയം LDFനെ സംബന്ധിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും പരാജയപ്പെടുന്നതും ഒരു സ്ഥിരം ഇതായതുകൊണ്ട് അവരുടെ എല്ലാ അമ്യൂണിഷൻസും, അവരുടെ കയ്യിലുള്ള എല്ലാ വെടിക്കോപ്പുകളും അവർക്ക് ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതിൽ കുറെ പേരെ തെരഞ്ഞുപിടിച്ച് മത്സരിപ്പിക്കുന്നില്ല. നമ്മൾ ഷംസീറിന്റെ പേര് പറഞ്ഞു, തോമസ് ഐസക്കിന്റെ പേര് നമ്മൾ പറയാതെ പോകുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് സംഘടനാപരമായും കാര്യമായ ചുമതല ഒരു കാലത്തും വഹിച്ചിട്ടില്ലാത്ത ആളാണ്. അപ്പോൾ അങ്ങനെ ഉള്ള തഴയപ്പെടലുകൾ ഒഴിച്ചാൽ ബാക്കിയുള്ളവരെല്ലാം ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വോട്ട് പിടിക്കാനുണ്ട് എന്നുള്ളൊരു അഡ്വാൻറ്റേജ് അവർക്കുണ്ട്. പക്ഷേ എൻ്റെ വിചാരം അപ്പോഴും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഈ ഗവൺമെൻറ്റിനോടുള്ള റെസൻമെൻ്റാണ്. അതുകൊണ്ട് UDFന് ഒരു അഡ്വാൻറ്റേജ് ഈ ഇലക്ഷനിൽ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ എറണാകുളത്ത് KPMSന്റെ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നുണ്ട്. ഒരു യോഗത്തിൽ സംസാരിക്കുന്ന സാധാരണ സംസാരമാണെങ്കിൽ കൂടിയും തീയതി പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യ പ്രതികരണമാണത്. പങ്ക് നമുക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല. നല്ല രീതിയിൽ നമ്മുടെ നാടിനെ വളർത്തിയെടുക്കുന്നതിന് നവോത്ഥാന നായകർ പങ്കുവഹിച്ചിട്ടുണ്ട്. ആ നവോത്ഥാന നായകരുടെ പിന്തുടർച്ച ശരിയായ രീതിയിൽ ഉറപ്പുവരുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് KPMS. നല്ല രീതിയിൽ തുറന്ന് പ്രവർത്തിക്കാൻ KPMSന് കഴിയട്ടെ. ധാരാളം നേതാക്കൾ ഇനിയും ഇവിടെ സംസാരിക്കാനുള്ളതുകൊണ്ട് മറ്റ് വിശദാംശങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നത്. അതിനു മുമ്പ് ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തു പറഞ്ഞ ഒരു പ്രസംഗം തന്നെയായിരുന്നു അത്. പക്ഷേ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ആദ്യ പ്രതികരണം, അതുകൊണ്ട് ഒരു വലിയ KPMSന്റെ വേദി ആയതുകൊണ്ട് തന്നെ ഒരു വലിയ രാഷ്ട്രീയ പൊളിറ്റിക്കലി ചാർജ് പ്രസംഗമായിരുന്നില്ല അത് എന്തായാലും വരും മണിക്കൂറുകൾ മുഖ്യമന്ത്രി ഉണ്ടാവുകയും ചെയ്യും. CNBSന് ഇവിടെ നേരത്തെ ശ്രീത് പണിക്കർ പറഞ്ഞത് UDFന് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു എഡ്ജ് ശ്രീത് പണിക്കർ പ്രവചിക്കുന്നു. ജോസഫ് സി മാത്യുവും ഒരു എഡ്ജ് UDF പ്രവചിക്കുന്നു. പക്ഷേ എന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ ശരിയാണ്, സർവേകൾ ഒക്കെ ഒരു 80-85% ശരിയാവുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ പോലും വരുന്ന പല സർവേകളിലും ഇഞ്ചോടിഞ്ച് കട്ടക്കേട്ട പോരാട്ടം എന്നുള്ള ചില സർവേ ഫലങ്ങൾ തരുന്നുണ്ട്. ഇത് 5 വർഷം ഭരിച്ചു പോട്ടെ, ആദ്യ 5 വർഷം കോവിഡ് കാലം, അതിനൊടുവിൽ അതിൻ്റെ തുടർച്ച എന്ന് കരുതാം. ഇത് 10 വർഷം ഭരിച്ചിട്ടും ഉറപ്പായും ഭരണം മാറും എന്ന ഒരു പ്രതീതി ഉണ്ടാവാത്തതിന് LDFന്റെ ആദ്യഘട്ട വിജയമല്ലേ CNBS? അല്ല, നമ്മളിങ്ങനെ ഇതിൻ്റെ അകത്ത് പലതരം നിഗമനങ്ങൾ
പലതരത്തിലുള്ള പൊസിഷനിൽ നിന്നിട്ടെടുക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് കുറേ നാളുകളായിട്ട് നിലനിൽക്കുന്ന വിഷയങ്ങളെ എങ്ങനെയാണ് നമ്മുടെ ഒരു വോട്ടർ സ്വീകരിച്ചിട്ടുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില ടിൽറ്റിംഗ് ഉണ്ടാക്കാൻ മാത്രമാണ് യഥാർത്ഥത്തിൽ പ്രചരണത്തിന് കഴിയുകയുള്ളൂ. പക്ഷേ ആ ഒരു ചെറിയ സിംഗാണെങ്കിലും ചിലപ്പോൾ അത് വിജയത്തെ സ്വാധീനിച്ചേക്കാം എന്ന് ഞാൻ കണക്കാക്കുന്നുണ്ട്. ഹാഷ്മി പറഞ്ഞ വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഒലിച്ചു പോകും എന്ന് പറയുന്ന തരത്തിലുള്ളൊരു ഫീൽ ഇല്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ വന്നത് എന്തുകൊണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന ദിശകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ആ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ വെക്കുന്നത് എന്താണ്? നിലവിൽ വിജയിച്ചിരിക്കുന്നതായിട്ടുള്ള സ്ഥാനാർത്ഥി, നിലവിൽ MLA ആയിരിക്കുന്ന ഒരു വ്യക്തി, അയാൾ വീണ്ടും മത്സരിച്ചാൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കണക്കാക്കുകയാണ് ചെയ്യുന്നത്. അത് ഭരണവിരുദ്ധ വികാരമോ ഭരണാനുകൂല വികാരമോ അല്ല. ഒരു MLA നമ്മുടെ നാട്ടിൽ എന്താണ്? അയാൾ നമ്മുടെ നാട്ടിലെ നാടുവാഴിയാണ് ശരിക്കും. കോടിക്കണക്കിന് രൂപ സർക്കാരിൻ്റെ ഫണ്ട് ഒരു നിയോജക മണ്ഡലത്തിൽ ചെലവഴിക്കാനായിട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഫണ്ട് വിനിയോഗിക്കപ്പെടുമ്പോൾ പല ദരിദ്രരായിട്ടുള്ള ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ പലതരത്തിലുള്ള സഹായങ്ങളുണ്ട്. ചിലപ്പോൾ ഒരു വീൽ ചെയർ, ഞാനതിൽ വിശദീകരിക്കുന്നില്ല. അത്തരം സഹായങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ഈ MLA ആണ് എന്ന തോന്നൽ നിർമ്മിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയം കുറേ കാലമായിട്ട് മാറിയിട്ടുണ്ട്. അത് ഭരണപക്ഷത്തുള്ള MLA-മാർക്കും പ്രതിപക്ഷത്തുള്ള MLA-മാർക്കും ആ ഒരു അഡ്വാൻറ്റേജ് അവരുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന അഡ്വാൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തവണത്തെ തെരഞ്ഞെടുപ്പിനെ എഴുതാൻ CPM തീരുമാനിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് 2 ടൈം വ്യവസ്ഥ എന്ന് പറയുന്നത് മാറ്റിവെക്കേണ്ടടുത്ത് മാറ്റിവെക്കാം, അല്ലാത്തടത്ത് 2 ടൈം വ്യവസ്ഥ കർശനമായിട്ട് നടപ്പിലാക്കാം. അതിൻ്റെ പിന്നിൽ പലതരം ഫാക്ടേഴ്സ് വേറെ ഉണ്ടാകാം. എങ്കിൽ പോലും അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അതാണ്. 2 ടൈം കഴിഞ്ഞതിന് ശേഷം ഇയാൾ തന്നെ ഇവിടെ മത്സരിച്ചാലേ ഞങ്ങൾക്ക് ഈ സീറ്റ് പിടിച്ചെടുക്കാനായിട്ട് കഴിയൂ എന്ന് പറയുന്ന ചിന്തയില്ലാത്തടത്ത് ഇയാളല്ല വേറൊരാളായാലും കുഴപ്പമില്ല, അയാൾ ജയിക്കും എന്നുറപ്പുള്ള സ്ഥലങ്ങളിൽ ആ 2 ടൈം വ്യവസ്ഥ നിലനിർത്തുകയും, എന്നാൽ 2 ടൈം MLA ആയിരുന്ന വ്യക്തി മത്സരിച്ചാൽ മാത്രമാണ് ആ നിയോജക മണ്ഡലത്തിൽ വിജയിക്കാനായിട്ട് കഴിയുള്ളൂ എന്ന് പറയുന്ന ചിന്ത, അത് CPM-ൻ്റെ ചിന്ത മാത്രമല്ല, കേരളത്തിലെ ഏതാണ്ട് എല്ലാ പാർട്ടികളുടെയും ചിന്ത അങ്ങനെയായി മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. 5ഉം 6ഉം ടൈമൊക്കെ മത്സരിച്ച സ്ഥാനാർത്ഥികൾ ഇവിടെ പറയപ്പെട്ടതുപോലെ അവരോട് അത്തരത്തിലുള്ള ഒരു വെറുപ്പ്, മടുപ്പ് ഉണ്ട് എങ്കിൽ പിന്നെ എങ്ങനെയാണ് 6 വട്ടവും 7 വട്ടവും വരെ അവരെ തിരഞ്ഞെടുക്കപ്പെടുക? അപ്പം അവർ തിരഞ്ഞെടുക്കപ്പെടുന്നതിൻ്റെ പിന്നിൽ ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം തർക്കമറ്റതാണ്. ആ സഹായം എന്ന് പറയുന്നത് വ്യാഖ്യാനിക്കപ്പെടുന്നത് MLA-യുടെ സ്വകാര്യമായിട്ടുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തനിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ആനുകൂല്യമാണ് എന്ന നിലയ്ക്ക് അവരെ ബോധ്യപ്പെടുത്തുന്ന രാഷ്ട്രീയ പ്രചരണം കേരളത്തിനകത്തുണ്ട്. അത് നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? MLA-യുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയ ശൃംഖലയുണ്ട്. ആ ശൃംഖലകൾ ഇത്തരം സഹായങ്ങൾ ചെയ്തിരുന്ന വീടുകളിൽ എല്ലാം ചെന്ന് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ഈ വോട്ട് ഉറപ്പിക്കുന്ന പ്രക്രിയ നടക്കുന്നുണ്ട്. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നടന്ന ഒരു പ്രധാനപ്പെട്ട പ്രക്രിയ അതാണ്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ജനറലായിട്ട് പൊതുവായിട്ട് ഒരു സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന വികാരത്തെ പോലും മറികടക്കാനായിട്ട് അത്തരത്തിലുള്ള പോക്കറ്റ് പ്രവർത്തനങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഹാഷ്മി പറഞ്ഞതുപോലെ ഇത് ഇഞ്ചോടിഞ്ചുള്ള ഒരു യുദ്ധമായിട്ട് അല്ലെങ്കിൽ ഫൈറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ട തരത്തിലേക്ക് ഈ നമ്മുടെ സർവേകളെല്ലാം വരുന്നത്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പക്ഷേ അങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ടാവുന്നതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ ആനുകൂല്യം പറ്റൽ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ശ്രീ പണിക്കർ, അത് ശരിയോ തെറ്റോ എന്നതിനപ്പുറം അതൊരു ഘടകമാണ്. അത് വേണമെങ്കിൽ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി ആയിട്ട് എടുക്കാം. ഇപ്പോൾ ഒരു MLA-ക്ക് ഒരു മണ്ഡലത്തിൽ ഒരു 10,000 മുതൽ ഒരു 15,000 വരെ വ്യക്തിപരമായ വോട്ടുണ്ടാവാം, ഉണ്ട്. ഇപ്പോൾ LDF-ൻ്റെ 2021 സാഹചര്യം മറ്റൊരു സാഹചര്യമായിരുന്നു പറയുമ്പോൾ പോലും ഈ 10 മുതൽ 10,000 വരെ എന്ന് പറയുന്ന ആ ഫിക്സഡ് വ്യക്തിപരമായ വോട്ടിനപ്പുറം ഭൂരിപക്ഷം നേടി വിജയിച്ചവരാണ് LDF-ൻ്റെ MLA-മാരിൽ ഭൂരിപക്ഷം പേർ. അതേസമയം സനീഷ് കുമാർ ജോസഫ് ആവട്ടെ, സണ്ണി ജോസഫ് ആവട്ടെ, ഭൂരിപക്ഷം കുറഞ്ഞ MLA-മാരാണ് ഇപ്പുറത്ത് UDF-ൻ്റെ പക്ഷത്തുള്ളത്. ആ MLA-മാരെ തന്നെ ഫീൽഡ് ചെയ്യുന്നു. ഈ പറയുന്ന ശ്രീ NM Biasan പറഞ്ഞ അതേ ഫാക്ടറൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴേക്കും മൊത്തത്തിലുള്ള പൊളിറ്റിക്കൽ വിഷയങ്ങൾ, മൊത്തത്തിലുള്ള ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കുക എന്ന സ്ട്രാറ്റജി CPM-നുണ്ടോ? ശ്രീ പണിക്കർ. ശ്രീ ഹാഷ്മി, CPM ഗ്രൗണ്ടിലെ റിയാലിറ്റിയെക്കുറിച്ച് അവെയർ ആണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ അവർ സ്വന്തം ശക്തിയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞിരുന്നത്.
ഇപ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ടാകും അവരുടെ ചില സ്ലോഗൻസ്, LDF വരും എല്ലാം ശരിയാകും എന്ന് പറയുന്നത് അവനവൻ്റെ ശക്തിയിലുള്ള ആത്മവിശ്വാസ പ്രകടനമാണ്. ഉറപ്പാണ് LDF എന്ന് പറയുന്നതും അവരുടെ സ്വന്തം ശക്തിയിലുള്ള ആത്മവിശ്വാസത്തെ പ്രതിനിധാനം ചെയ്യുന്ന സ്ലോഗനാണ്. പക്ഷേ ഇത്തവണ അതെങ്ങനെയാണെന്ന് നോക്കൂ. ഇത്തവണ അത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എതിരാളിയുടെ ദൗർബല്യത്തിനെ കുറിച്ചാണ്. കാരണം ഭരണമാറ്റം ഉണ്ടാകണം എന്നുള്ള ഒരു കാര്യം പറയുമ്പോൾ കോവിഡ് പോലെയുള്ള ഒരു സാഹചര്യം ഇല്ലാതിരിക്കുന്ന സമയത്ത് പൂർണ്ണമായും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഫൈറ്റാണ് വരുന്നത് എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നത് നമ്മളോട് മറ്റാരുണ്ട് LDF അല്ലാതെ എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ശക്തി എന്നതിനപ്പുറത്തേക്ക് ഞങ്ങളെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള എതിരാളി ആരാണ്, ആ എതിരാളിയുടെ ദൗർബല്യം എന്താണോ അതിനെ കച്ചവടം ചെയ്യുന്ന ഒരു സ്ലോഗനാണ്. അതായത് ഞങ്ങളിൽ ഇത്ര കണ്ട് പ്രശ്നങ്ങൾ നിങ്ങൾ ആരോപിക്കുമ്പോഴും നിങ്ങൾക്ക് പകരം ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് സംവിധാനം ഇല്ലല്ലോ എന്നാണ് അവർ അതുവഴി സട്ടിലായിട്ട് നമ്മളോട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. നമുക്കത് അതിന് കാരണവും അറിയാം. കാരണം മുമ്പ് ഇല്ലാത്തതുപോലെ അതിശക്തമായിട്ടുള്ള തിരിച്ചടി ഇത്തവണ CPM നേരിടുന്നുണ്ട്. ഇന്റേണലായിട്ട് ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നമാണ് ഏറ്റവും വലുതെന്നാണ് നമ്മൾ കരുതുന്നത്. ഇപ്പോൾ ശ്രീ G സുധാകരൻ്റെ ഏറ്റവും ഒടുവിൽ നടന്ന പ്രശ്നമാണെങ്കിൽ അതിന് തൊട്ടു മുമ്പ് ഐഷ പോറ്റിയുണ്ട്, PK ശശിയുണ്ട്, S രാജേന്ദ്രനുണ്ട്, മലബാർ ഭാഗത്ത് V കുഞ്ഞികൃഷ്ണനുണ്ട്, നിരവധി ആൾക്കാരുണ്ട്. CPIക്ക് ശ്രീ K അജിത്ത് ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാരുടെ അവരുണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾ വേറെയുമുണ്ട്. വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നേരത്തെ മുഖ്യമന്ത്രി ആരോഗ്യ രംഗത്തിനെയൊക്കെ തന്നെ വളരെ പുകഴ്ത്തി പറയുന്ന സമയത്തും ഈ സർക്കാരിൻ്റെ കാലത്ത് കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശന വിധേയമായിട്ടുള്ള വകുപ്പ് ആരോഗ്യ വകുപ്പാണെന്ന് നമുക്കറിയാം. മുഖ്യമന്ത്രിയുടെ സ്വന്തം വകുപ്പായിട്ടുള്ള പോലീസ് വകുപ്പിലെ പോലീസിങ്ങിനെ കുറിച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൂടാതെ നിരവധി സാമൂഹ്യ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും തന്നെ ആൾക്കാർ സത്യത്തിൽ ആഭ്യന്തര വകുപ്പും ആരോഗ്യ വകുപ്പും ഉണ്ടാക്കിയ പേരുദോഷത്തോളം ആരും ഉണ്ടായിരുന്നു. പക്ഷേ ആഭ്യന്തര വകുപ്പിന്റെ തലവൻ ആരാണ്? മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആരാവണം പുതിയ മുഖ്യമന്ത്രി, ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഏതാണ്ട് VD സതീശന്റെയും പിണറായി വിജയന്റെയും മാർക്ക്, നമ്മൾ സർവേകൾ എന്ന് പറയുന്നത് 80% ഒക്കെ കണക്കാക്കിയാൽ മതിയെന്ന് പറയുമ്പോൾ പോലും ഏതാണ്ട് തുല്യം വരികയാണെന്നേ. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു അതാണ് ശ്രീ ഹാഷ്മി, നേരത്തെ ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. അതായത് നമ്മൾ കോൺഗ്രസ് ഭരണത്തിലേക്ക് വരുന്നു എന്ന് പറയുന്ന സമയത്ത് കോൺഗ്രസ് ഭരണത്തിലേക്ക് വരണമെങ്കിൽ അവർക്ക് ചുരുങ്ങിയത് 30 സീറ്റെങ്കിലും അഡീഷണൽ ആയിട്ട് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. അതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഇപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ വിഷയം നോക്കൂ. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇത്തവണ 3 വിഷയങ്ങളുണ്ട്. ഒന്ന്, ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ള. രണ്ടാമത്തേത് ആഗോള അയ്യപ്പ സംഗമത്തിൽ നടത്തിയിരിക്കുന്ന തട്ടിപ്പ്. മൂന്നാമത്തേത് യുവതീ പ്രവേശന വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന നയംമാറ്റം. പക്ഷേ ഈ 3 വിഷയങ്ങളെയും അതിന്റെ ഡിപ്പാർട്ട്മെന്റിനെ പ്രതിനിധീകരിക്കുന്ന VN വാസവൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെർട്ടനിറ്റിയോടുകൂടി ആർക്കെങ്കിലും പറയാൻ പറ്റുമോ VN വാസവൻ പരാജയപ്പെടും എന്ന് പറയാനായിട്ട് കഴിയുമോ? കഴിയില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഓരോ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഓരോന്നിനും മദ്യ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു. അതുകൊണ്ട് MP രാജേഷ് പരാജയപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ? മുനമ്പം സാമൂഹികമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട് ആൾക്കാർക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ PM ശ്രീ ഇവിടെ ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടായതാണ്. ആ PM ശ്രീയുടെ പേരിലായിരിക്കും ശ്രീ V ശിവൻകുട്ടി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ആ പരാജയം എന്ന രീതിയിലത്തെ കാര്യങ്ങളും വിലയിരുത്തുന്നുണ്ടോ? ഇല്ല. അപ്പം ഞാൻ പറയുന്നത് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളും MLA-മാർക്ക് ഇൻഡിവിജ്വലായിട്ട് ഉണ്ടായിരിക്കുന്ന പ്രതിച്ഛായയും തമ്മിൽ കാര്യമായിട്ടുള്ള അന്തരമുണ്ട്. അവിടെയാണ് കോൺഗ്രസ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതിലുള്ള ഓരോ വിഷയങ്ങളും ഇൻഡിവിജ്വലായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുക. ഇതൊന്നും ആൾക്കാർക്ക് അറിയാത്തതല്ല. ഈ അടുത്ത 3 ആഴ്ചകളിൽ ചർച്ച ചെയ്ത ആൾക്കാർ മനസ്സിലാക്കേണ്ടുന്ന വിഷയങ്ങളല്ല. പക്ഷേ ഇതിനെ വളരെ സ്ട്രക്ചറലി ആൾക്കാരിലേക്ക് കൊണ്ടുപോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന അതിശക്തമായിട്ടുള്ള ക്യാമ്പയിൻ മാനേജ്മെന്റ് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഈ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് അത് കൈകാര്യം ചെയ്യുന്നത് CPM ആണ്. അപ്പോൾ CPM കൃത്യമായിട്ട് കോൺഗ്രസിന്റെ UDF-ന്റെ പ്രശ്നങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ന്യൂനപക്ഷ ഒരു ഏകീകരണം എന്ന് നമുക്ക് എന്തെങ്കിലും വിളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾ ഒരുപക്ഷെ സൈഡ് ചെയ്യുന്നത് UDF-നോടാണ്. പക്ഷേ അവിടെ തന്നെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നതിന്, പ്രതിരോധത്തിലാക്കുന്നതിന് അവർ കുറെ നാളായിട്ട് LDF കൊണ്ടുവന്നിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ ഇനി വരുന്ന അടുത്ത 3 ആഴ്ചയ്ക്കുള്ളിൽ അതിനെ എങ്ങനെ ആംപ്ലിഫൈ ചെയ്യും? കോൺഗ്രസിലെ ഗ്രൂപ്പ് വിഷയങ്ങളെ, സുധാകരന്റെ വിഷയത്തിനെ, സ്ഥാനാർത്ഥി നിർണയത്തിനെ, ഇതിനൊക്കെ എങ്ങനെ ആംപ്ലിഫൈ ചെയ്യും? കോൺഗ്രസിന് അതിനെ കൗണ്ടർ ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് സംവിധാനം അവിടെ ഉണ്ടോ ഇല്ലയോ? ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലോ ഉപതെരഞ്ഞെടുപ്പുകളിലോ ഉണ്ടായിരിക്കുന്ന മിന്നുന്ന ജയം എന്നതിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും എന്നുള്ള ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിൽ കോംപ്ലസൻസി വന്നു കഴിഞ്ഞാൽ അത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. നാച്ചുറലി ഒരു ഓൾട്ടർനേറ്റീവായിട്ട് ഇത്തവണ ആൾക്കാർ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, ഞങ്ങളാണ് അതിനെ കണ്ടെത്തിയിരിക്കുന്നത് എന്ന രീതിയിലത്തേക്കുള്ള ചിന്ത നല്ലതല്ല. ഒരുപക്ഷെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളെ ഫിക്സ് ചെയ്യുന്നതിനുള്ള പ്രശ്നം ഇവിടെയാണ്. ഇപ്പോൾ K സുധാകരനുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ കോൺഗ്രസ് ചെയ്യേണ്ടത് വിഷയം എന്താണ്? K സുധാകരൻ അവിടെ മത്സരിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് ഗുണമാണോ ദോഷമാണോ എന്നുള്ള ഒരൊറ്റ കാര്യത്തിൽ മതി. അപ്പോൾ അവിടെ ഈ യൂണിവേഴ്സൽ ആയിട്ടുള്ള തത്വം എല്ലാ MP-മാരും രണ്ടാമത് മത്സരിക്കേണ്ടതില്ല, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്നുള്ളതിൽ എക്സെപ്ഷൻ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതിന് സത്യം പറഞ്ഞാൽ അവർ മാതൃകയാക്കേണ്ടത് LDF-നെയാണ്.
എത്രയോ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരിത് നയം മാറ്റുന്നു, ചില ആൾക്കാർക്ക് വേണ്ടിയിട്ട് അത് സ്ട്രിക്റ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്യുന്നു. ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ വിന്നബിലിറ്റി എന്നുള്ള ഒരൊറ്റ ഫാക്ടറിനെ മാത്രം LDF പരിഗണിക്കുന്ന സമയത്ത് UDFന് മറ്റു പലതരത്തിലുള്ള ഇക്വേഷൻസ് വേണോ വേണ്ടയോ, അവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഗ്രൂപ്പിന് പ്രാതിനിധ്യം കൊടുക്കണമോ, സതീശൻ ഗ്രൂപ്പിനാണോ കൂടുതൽ കൊടുക്കേണ്ടത്, അതോ ചെന്നിത്തല ഗ്രൂപ്പിനാണോ കൊടുക്കേണ്ടത്, അതോ സുധാകരനുമായിട്ട് നിൽക്കുന്നതാണോ, ഇനി അതിനപ്പുറത്തേക്ക് KC വേണുഗോപാലിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചാണോ, ഈ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്താണ് ഇതിൽ പ്രശ്നം ഉണ്ടാവുക. പിന്നെ ജാതി മത അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന കാര്യങ്ങളില്ലേ. ഇപ്പോൾ വ്യക്തിപരമായിട്ട് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറ മണ്ഡലം നമുക്കറിയാം, ഇത്തവണ അവിടുത്തെ സ്ഥാനാർത്ഥികളാകാൻ പോകുന്നത് ആരാണ്, നേരത്തെ സാധ്യത കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാർ അവിടെ ആരാണ്. പക്ഷേ അവിടെ ഒരുപക്ഷെ കോൺഗ്രസിന് കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയായിരുന്നത് രമേശ് പിഷാരടി ആയിരുന്നുവെങ്കിൽ രമേശ് പിഷാരടിക്ക് അവിടെ ഒരുപക്ഷെ സീറ്റ് കൊടുക്കാതിരിക്കുന്നതിന് കാരണം ജാതി ആയിരിക്കാം. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള കുറേ ഇക്വേഷൻസ് അവസാനം കോൺഗ്രസ് ഇതിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് മറ്റു പല സീറ്റുകളിലേക്കൊക്കെ തന്നെ ഇതേ കാര്യങ്ങൾ തന്നെ പ്രൊജക്റ്റ് ചെയ്യപ്പെടും. ആ സമയത്ത് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അതിഗംഭീരമായി നടത്താൻ പറ്റുന്ന CPM-നോട് റൈവൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് സാധിക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. സാധിക്കാഴുകയില്ല, പക്ഷെ അതിന് ഇവരെല്ലാവരും കൂടി ഒറ്റ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പണ്ട് ശ്രീ K കരുണാകരനും AK ആന്റണിയും തമ്മിലൊക്കെ തന്നെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴും അതൊക്കെ ആൺ ഔട്ട് ചെയ്തതിന് ശേഷം തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവർ ഒന്നിച്ച് നിന്നതുപോലെ പ്രവർത്തിക്കാനായിട്ട് UDFന് സാധിക്കുകയാണ് എങ്കിൽ ഈ സർക്കാരിനെ മറിച്ചിടാനുള്ള എല്ലാ വിഷയങ്ങളും ആ സർക്കാർ തന്നെ മുന്നിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനോടകം തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന എത്രയോ വിഷയങ്ങളുണ്ട്. ആശാസമരം ഉൾപ്പെടെ ആൾക്കാരുടെ നീറുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ എത്രയോ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ വിഷയങ്ങളെല്ലാം തന്നെ സ്ട്രക്ചറലി ആൾക്കാരുടെ അടുത്തേക്ക് അവതരിപ്പിക്കുക എന്നതിന് മാത്രം അടുത്ത 3 ആഴ്ച ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ UDFന് ഇവിടെ ഭരണമാറ്റം എന്ന് പറയുന്നത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സ്വീപ്പിംഗ് ലാൻഡ് സ്ലൈഡ് വിക്ടറി ഒന്നും ഉണ്ടാകണമെന്നില്ല, അതുണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്ന പോലുമില്ല. കാരണം ഇപ്പോൾ അവർക്കുള്ളതിനേക്കാൾ ഇരട്ടി സീറ്റുകൾ ഉള്ളതിനെ നിലനിർത്തുകയും അത്രയും തന്നെ സീറ്റുകൾ കണ്ടെത്തുകയും ചെയ്തെങ്കിലൊക്കെ മാത്രമേ, അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ കണ്ടെത്തിയെങ്കിൽ മാത്രമേ അതൊരു ലാൻഡ് സ്ലൈഡ് വിക്ടറി ഒക്കെ നമ്മളിത് ചർച്ചകൾ പറയുന്നതാണ്. പക്ഷേ ആത്യന്തികമായി തീരുമാനിക്കേണ്ടത് ജനമാണ്. ജനം ഒരു തീരുമാനിച്ചാൽ അത് ഭരണാനുകൂലമെന്ന് വിചാരിച്ചാൽ അങ്ങനെ, അല്ലെങ്കിൽ ഭരണവിരുദ്ധമെന്ന് ജനം വിചാരിച്ചാൽ അത് ആത്യന്തികമായി അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞ എന്ത് ചർച്ചകൾക്കും അപ്പുറം. ജോർജ് കോളിപ്പാറ, ഇവിടെ ഇപ്പം ഇന്നും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കലൊക്കെ പണ്ടേ കഴിഞ്ഞു എന്ന് VD സതീശൻ പറയുമ്പോഴും പല താല്പര്യങ്ങൾ, പല ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. നേരത്തെ ശ്രീത് പണിക്കർ പറഞ്ഞതുപോലെ, എണ്ണി പറഞ്ഞതുപോലെയുള്ള കോൺഗ്രസിൻ്റെ ജനിതകപരമായ വെല്ലുവിളികളെ ആദ്യം അതിജീവിക്കണം. പിന്നെ 2018 ഇവിടെ വലിയ പ്രളയം ഉണ്ടായി. അതിനെ അതിജീവിക്കാൻ കരുത്തുള്ള ഒരു സർക്കാർ സംവിധാനം, അല്ലെങ്കിൽ അതിനെ നേരിടാൻ കരുത്തുള്ള ഒരു സർക്കാർ സംവിധാനം. കോവിഡ് ഉണ്ടായി, പിന്നെ ഓഖി ഉണ്ടായി, വയനാട് മഹാദുരന്തം ഉണ്ടായി, അതിന് വീട് വെച്ച് കൊടുക്കലടക്കം എന്ന് പറഞ്ഞാൽ ഡെലിവർ ചെയ്യുന്ന ഒരു ഭരണ സംവിധാനം എന്ന നറേറ്റീവിനെ കൂടി മാറ്റിവെക്കാൻ കരുത്തുണ്ടാവണം UDFന് വരുന്ന ദിവസങ്ങളിൽ. തീർച്ചയായിട്ടും അത് UDFന് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവല്ലേ ഈ പറയുന്ന ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട കാഴ്ച. ഇപ്പോൾ ഇവരിപ്പോൾ നേരത്തെ ശ്രീ ജോസഫ് സി മാത്യു ആയാലും ശ്രീജിത്ത് പണിക്കർ ആയാലും ശ്രീ പിയേഴ്സൺ ആയാലും പറഞ്ഞ പല കാര്യങ്ങളും ഭാഗികമായി ശരിയാണ്. പക്ഷേ ഈ പറഞ്ഞ ഒരാളുടെ ഒരു ജനപ്രതിനിധിയുടെ സ്വീകാര്യത, ആ മനുഷ്യൻ്റെ ഒരു ആക്സസിബിലിറ്റി, അത് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് പഞ്ചായത്ത് തലത്തിലല്ലേ. ഒരു പഞ്ചായത്ത് മെമ്പർക്ക് ജനങ്ങളിലേക്ക് എത്താൻ പറ്റുന്നിടത്തോളം ഒരു MLAക്ക് എന്തായാലും എത്താൻ പറ്റില്ലല്ലോ, ഒരു മന്ത്രിക്ക് അത്ര പോലും എത്താൻ പറ്റില്ല. അപ്പോൾ അവരത്രത്തോളം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വേദനകളിൽ, അവരുടെ ആവശ്യങ്ങളിൽ, അവരുടെ അസ്വസ്ഥതകളിലെല്ലാം അവർക്ക് തണലായി നിന്ന് സാന്ത്വനമായി നിന്ന ആ മനുഷ്യർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് 325 മറ്റോ ഗ്രാമപഞ്ചായത്തുകളിലാണ് UDFന് ഭരണം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് 550 വളരണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അതേപടി വർക്കൗട്ടായാൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ. എന്തായാലും ഈ ദിവസം LDFന് ദിവസമാണെന്ന് ഉറപ്പായും പറയാം. കാര്യം തീയതി പ്രഖ്യാപിച്ച് തൊട്ട് വാലവാല എന്ന് പറയുന്നത് പോലെ CPM സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. ഇന്ന് അവർ തെരുവുകളിൽ നിറഞ്ഞു. അത് അവരുടെ അണികളെ ചാർജിലാക്കാനെങ്കിലും സഹായിക്കുന്നതാണ്. വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം എപ്പോഴാണ് UDF സ്ഥാനാർത്ഥി, എപ്പോഴാണ് NDA സ്ഥാനാർത്ഥികൾ. അതോട് വരുമ്പോൾ മാത്രമേ ആ തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമാകൂ. നമുക്ക് എന്തായാലും വീണ്ടും ഇരിക്കാം. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.